മക്കയിൽ സമ്പൂർണ്ണമായി അവതരിച്ചൊരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സാധാരണ നമ്മൾ ഇന്ന് കാണുന്ന സൂറത്തുകളിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് പല ഘട്ടങ്ങളിലായി അവതരിക്കുകയും പിന്നീട് പ്രവാചകൻ വഹീൻ്റെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച് ഇന്ന സൂറത്തിലെ ആയത്തുകളാണ് എന്ന് പറഞ്ഞത്. ഫാത്തിഹ സമ്പൂർണ്ണമായി. ഈ മദനി ആകാനുള്ള കാരണം രണ്ടാമത് മദീനയിൽ ഒന്നുകൂടി ഇത് അവതരിപ്പിച്ചു എന്നാണ് തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നത്. മക്കയിൽ അവതരിപ്പിച്ചതിന് പുറകെ മദീനയിൽ ഒന്നുകൂടി അത് അവതരിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ, മക്കയാണോ മദനിയാണോ എന്ന്. എന്തായാലും ആദർശപരമായ അടിത്തറ ഉള്ളത് കൊണ്ട് അത് മക്കി സൂറയാണ് എന്നാണ് അതിൻ്റെ സ്വഭാവം തീരുമാനിക്കുന്നത്. മക്കി സൂറകളുടെ പ്രത്യേകത അതാണ്. ഇസ്ലാമിക മൗലികമായ ആദർശങ്ങൾ പറയുന്നതാണ് മക്കിയായ സൂറകൾ. ഇസ്ലാമിലെ നിയമനിർമ്മാണത്തെ സംബന്ധിച്ച്, മര്യാദാക്രമങ്ങളെ സംബന്ധിച്ച് പറയുന്നതാണ് മദനി സൂറകൾ. അതാണ് അതിൻ്റെ ഒരു പൊതു സ്വഭാവം. മുസ്ലിം സമൂഹത്തിനെല്ലാം പരിചയമുള്ള വാക്കാണ് അൽ ഫാത്തിഹ. പക്ഷേ അതിൻ്റെ ഗൗരവ ഉള്ള ശരിയായ അർത്ഥത്തിലോ പ്രാധാന്യത്തിലോ അല്ല മുസ്ലിം സമൂഹം മനസ്സിലാക്കുന്നത്. അൽ ഫാത്തിഹ വിളിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്. അൽ ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്യുക. അൽ ഫാത്തിഹ തന്നെ ഏറ്റവും വലിയ ദുആയാണ്. പിന്നെ ദുആ ചെയ്യാൻ ഫാത്തിഹ വേണ്ട, അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഫാത്തിഹ മോശമായതുകൊണ്ടല്ല, അൽ ഫാത്തിഹ വിളിച്ചേ നമുക്ക് ദുആ ചെയ്യാൻ പറ്റൂ എന്നാണ് സമൂഹം. ഒന്നാമത് ദുആ ചെയ്യാൻ നമുക്ക് അറിഞ്ഞുകൂടാ. ദുആ ചെയ്യാൻ ഏതെങ്കിലും ആളിനെ കൊണ്ടുവരുമ്പോൾ ആൾ ആദ്യം മുന്നേ അൽ ഫാത്തിഹ അത് വിളിക്കുന്നത് ആ ദുആ ചെയ്യുന്നതിന് ഒരു മുന്നോടിയായിട്ട് ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യാമെന്നാണ് എല്ലാ ചടങ്ങിനും പറയുന്നത്. മനസ്സിലായില്ലേ? ഫാത്തിഹ മോശമായതുകൊണ്ടല്ല, പക്ഷെ അങ്ങനെ ഒന്നും പഠിപ്പിച്ചില്ല. ആ ഫാത്തിഹ ഓതുന്നത് തന്നെയും അത് മരണപ്പെട്ട ആളുകൾക്ക് അയച്ച് അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കാര്യം സാധിച്ചെടുക്കണമെന്നാണ്. പഠിപ്പിക്കാത്ത ദുആയുടെ മര്യാദകളിൽ പെടാത്ത ഒരു കാര്യമാണ് ചെയ്യുന്നത്. അത് ചെയ്തത് ഷെയ്ഖന്മാരാണ്, മശായിഖന്മാരാണ് അത് ചെയ്തത്. വലിയ വലിയ സൂഫി തരീഖത്തിൻ്റെ ആളുകൾ അവർക്ക് ലദുന്നിയായ ഇൽമ് അള്ളാഹുൽ നിന്ന് വഹി പോലെ കിട്ടിയെന്ന് പറഞ്ഞ് അവരിങ്ങനെ കണ്ട് പറഞ്ഞ് പഠിപ്പിച്ചതാണ്. എന്ത് ചെയ്ത് ഫാത്തിഹ എല്ലാം ഓതി അത് എല്ലാ ആളുകൾക്കും ഒക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സാധിക്കാൻ കിട്ടും. അങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ എന്താണ് സന്ദർഭങ്ങൾ ഏതാണ്, സമയം ഏതാണ് ഒക്കെ നമ്മൾ പഠിച്ചു. അതെല്ലാം നിർത്തേണ്ടടുത്ത് അത് ആ സ്ഥലങ്ങളിൽ നിർത്തണമെന്നാണ് നമ്മൾ പഠിച്ചത്. അതിനപ്പുറത്ത് നമുക്ക് സ്വന്തമായി തീരുമാനിക്കില്ല. 2 ജംറകളിൽ എറിഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു, 3ാമത്തെ ജംറയിലും കൂടെ ഞാനൊന്ന് ദുആ ചെയ്യണം, പാടില്ല. മനസ്സിലായില്ലേ? അതാണ് കാര്യം. അത് അത്രയും കൃത്യമാണ്. അതിനാണ് നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്. ജംറയിൽ എറിഞ്ഞിട്ട് 2 ജംറയിൽ എറിഞ്ഞിട്ട് വേണ്ട 3ാമത്തതും ജംബ ഇതിലേക്ക് എന്നല്ല അള്ളാഹുവിന് ചെയ്യാമല്ലോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ അവകാശമില്ല. അവിടെ നിർത്തണമെന്നാണ് എല്ലാ കാര്യം അങ്ങനെ പഠിച്ചു. എന്നാൽ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അൽ ഫാത്തിഹ, ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹത്തുൽ ഖുർആൻ. ഖുർആൻ ഏതൊന്നുകൊണ്ടാണോ തുടങ്ങുന്നത് അതുകൊണ്ടാണ് അതിന് പ്രാരംഭം, ഓപ്പണിംഗ് എന്നുള്ള അർത്ഥത്തിൽ തുടക്കം എന്നുള്ള നിലയിൽ അതിന് പേര് കൊടുത്തത് അങ്ങനെയാണ് ഫാത്തിഹ. വേറെയും പേരുകൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. ഉമ്മുൽ ഖുർആൻ എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. ഉമ്മുൽ ഖുർആൻ, ഖുർആന്റെ മൂലം. ഉമ്മുൽ ഖുർആന്റെ മാതാവ് എന്ന് പറഞ്ഞാൽ മാതാവിൽ നിന്നാണ് നമ്മളെല്ലാം ജനിച്ചു വരുന്നത്. നമ്മുടെ ആധാരം, നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മാതാവാണ്. അപ്പോൾ അതുകൊണ്ട് ഖുർആനിൻ്റെ ആധാരമാണ്, ഖുർആന്റെ മൂലമാണ് ഫാത്തിഹ. എല്ലാം അതിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഉമ്മുൽ കിതാബ് എന്നും പറയാം. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. അൽ കിതാബ്, ഉമ്മുൽ കിതാബ് എന്ന് പറയാം. അതിനെല്ലാം ചേർത്തുകൊണ്ടാണ് പണ്ഡിതന്മാർ വീണ്ടും അതിന് അസാസുൽ ഖുർആൻ. അസാസുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ അസ്ലുൽ ഖുർആൻ, ഖുർആന്റെ അടിസ്ഥാനം, ഖുർആന്റെ ബേസ്. ഖുർആൻ പറയുന്ന ബേസ് എന്താണ് എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൽ കാര്യം. അത് പറയാൻ കാരണം എന്താണ് അസാസുൽ ഖുർആൻ അല്ലെങ്കിൽ ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം ഫാത്തിഹയിലുണ്ട്. നമുക്ക് ആശയം അറിയാമെങ്കിൽ ഞാൻ ഒന്നുകൂടെ നമ്മളിത് പറയുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കുന്നത്. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ 3ആണ്. ഒന്ന് തൗഹീദ്. അത് തൗഹീദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകത്വം, അള്ളാഹുവിനെ ആരാധനയിലും വിശ്വാസത്തിലുമൊക്കെ ഏകനാക്കണം ഒരാളെയും. അത് ഏകത്വം എന്ന് പറയുന്ന ആരാധനാപരമായ ഏകത്വം എന്ന് പറയുന്നത് വളരെ അതിനും പിന്നെ ഭാഗങ്ങൾ പണ്ഡിതന്മാർ ചെയ്യുന്നത്. തൗഹീദിനെ തന്നെ തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, ഇങ്ങനെയും പണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട്. അപ്പോഴേ തൗഹീദ് പൂർണ്ണമാവും. അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ആളുകൾ എടുക്കാറുള്ളത്. തൗഹീദ് റുബൂബിയ്യത്ത് മുഴുവൻ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും ഉണ്ടായിരുന്നു. പിഴച്ചു പോയത് തൗഹീദുൽ ഉലൂഹിയത്തിലാണ്. തൗഹീദുൽ റുബൂബിയ്യ ഞാൻ അർത്ഥം പറയാത്ത റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ, റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ് ഖാലിഖ്, അള്ളാഹു ആണ് മാലിക്, അള്ളാഹു ആണ് മുദബ്ബിർ. ഇപ്പൊ മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വഴിതെറ്റിക്കുന്ന ആളുകൾ മശായിഖന്മാരാണ് എന്ത് ചെയ്യുന്നത്, ലോകത്ത് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ അവർ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ കാര്യമാണ്. അള്ളാഹു കുറച്ച് കാര്യങ്ങൾ അവരെ മലക്കുകളെ ഏൽപ്പിച്ചതുപോലെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞിരിക്കാൻ. മുദബ്ബിറുൽ ആലം എന്ന് പറയുന്നത് അള്ളാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. നമ്മളത് റബ്ബുൽ ആലമീൻ്റെ വിശദീകരണം പറയുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം.
റളിയല്ലാഹു അൻഹു തർലിയത്ത് നമുക്കുള്ളത് സലാം, തർലിയത്ത്, തറഹുമെന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ സാധിച്ചത്. അതുപോലെ സലാമുണ്ട്, സലാത്തും സലാമുണ്ട്. സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സലാത്ത് ചെല്ലണം. സലാത്ത് പ്രാർത്ഥന, അല്ലാഹു സല്ലി അലാ മുഹമ്മദ്. സലാം എന്ന് പറഞ്ഞാൽ അലൈഹിസ്സലാം എന്ന് നമ്മൾ പറയുന്നത് മലക്കുകളുടെയും മറ്റ് പ്രവാചകന്മാരുടെയും പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയും. തർലിയത്ത് എന്ന് റളിയല്ലാഹു അൻഹു സഹാബത്ത്, മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്തിന് അള്ളാഹുവിനെ അവർ തൃപ്തിപ്പെട്ടു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവരെ തൃപ്തി. അതുകൊണ്ട് അത് നമ്മളിങ്ങനെ റളിയല്ലാഹു. പിന്നെ റളിയല്ലാഹു അൻഹു അല്ല, അതിനേക്കാൾ അപകടം പിടിച്ച വേറൊന്നുണ്ട്, ചില കിതാബുകളിൽ ഉള്ളതാണ്. അതാണ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നാണ് ഈ മഹാന്മാരെ പറ്റി പറയുമ്പോൾ പറയുന്നത്. ഒരു പ്രാർത്ഥനയേ അല്ല അതവർക്ക് വേണ്ടിയുള്ള. പക്ഷേ കിതാബുകളിലൊക്കെ ഉണ്ട്, ഒരുപാട് അറബി കിതാബുകളിൽ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നാണ് അർത്ഥം. അള്ളാഹു വാഴ്ത്തട്ടെ സിർറഹു, അദ്ദേഹത്തിന്റെ രഹസ്യത്തെ, സിർറഹുൽ അസീസ് പ്രതാപമുള്ള രഹസ്യത്തെ. എന്താണ്? വിലായത്താണ്, കറാമത്താണ്. അവരുടെ കറാമത്തിനെ അള്ളാഹു മഹത്വപ്പെടുത്തട്ടെ എന്ന്. അതുകൊണ്ട് അവർക്ക് എന്ത് ഗുണമുണ്ട്? അവർക്ക് അള്ളാഹു കറാമത്ത് നൽകി ഉണ്ട്. നമുക്കറിയില്ല ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെങ്കിലും കുറേ ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന ഒരു കഴിവാണ് കറാമത്ത്. അവരുടെ സ്വന്തം കഴിവല്ല, അള്ളാഹു അവരിലൂടെ പ്രദർശിപ്പിക്കുന്ന ചില കഴിവുകൾ. പ്രവാചകന്മാരിലൂടെ മുഅ്ജിസത്ത് പോലെ തന്നെ ഔലിയാക്കളിലൂടെ പ്രദർശിപ്പിക്കുന്ന ആ കഴിവുകൾ അതവർക്കുണ്ട്. അവർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ചല്ല അത് വരുന്നത്, അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം പ്രകടമാകും, നിഷേധിക്കുന്നില്ല. പക്ഷെ അതിനെ ഒന്ന് മഹത്വപ്പെടുത്തി നിർത്തണം. ആ കറാമത്ത് കൊണ്ട് അമ്മക്ക് ചോദിച്ച് രക്ഷപ്പെടണം, അത് വലിയ മഹത്വമുള്ള. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയുന്ന പ്രാർത്ഥനയെ അല്ല, പ്രാർത്ഥനയില്ല. അവരുടെ ആ കറാമത്തിനെ അള്ളാഹു വാഴ്ത്തട്ടെ എന്ന്. തഖ്ദീസ് അള്ളാഹുവിനാണ് വേണ്ടത്. സുബ്ഹാന അൽ മലിക്കുൽ ഖുദ്ദൂസ് എന്ന് നമ്മൾ രാത്രി നമസ്കാരത്തിൽ പറയുന്നത് അള്ളാഹുവാണ് ഖുദ്ദൂസ്, ഏറ്റവും ഖുദ്ദൂസും സുബ്ഹൂൻ എന്നൊക്കെ നമ്മൾ സുജൂദിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഖദ്ദസ അതുപോലെ പറയും. ഇപ്പൊ റളിയല്ലാഹു അൻഹു, ഇപ്പൊ അത് ജീവിച്ചിരിക്കുന്നവരെ പറ്റി, ജീവിച്ചിരിക്കുന്ന ആളുകൾ നമ്മൾ മറ്റു മഹാന്മാരെ പറ്റി റഹ്മഹുല്ല എന്നാണ് നമ്മൾ പറയാറുള്ളത്. അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ, നമുക്കെല്ലാം അത് വേണം. അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും മർഹമത്തുമാണ് നമ്മളൊരു മരിച്ച ആളിന് വേണ്ടി എത്ര ഉന്നതനായാലും നമുക്ക് ചോദിക്കാൻ. ഈ സഹാബത്തിനെ അള്ളാഹു തൃപ്തിപ്പെട്ടുകൊണ്ട് നമുക്ക് റളിയല്ലാഹു എന്ന് പറയാം. ആ നബിക്കും മറ്റുള്ളവർക്ക് സലാത്തും സലാമും ഒക്കെ നമുക്ക് ചെല്ലാം. പക്ഷേ ബാക്കിയുള്ളവർക്ക് റഹ്മഹുല്ലാ, ഇമാം അബൂ ഹംദ് ഗസാലി റഹ്മഹുല്ലാ, ഇമാം ഷാഫി റഹ്മഹുല്ലാ, അതൊക്കെ നമ്മൾ സാധാരണ ആളെ പോലെ പണ്ഡിതനെ ആദരിച്ച റഹ്മത്തുണ്ട്. നമ്മൾ മറ്റൊരാൾ പറഞ്ഞാലും മറ്റൊരു പണ്ഡിതനെ പറഞ്ഞാലും ഒരാളിനെ പറഞ്ഞാലും റഹ്മഹുല്ലാ എന്ന് നമുക്ക് പറയാം. അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ എന്നാണ്. അത് ഭാഷാപരമായ ചിലർക്ക് കാരുണ്യം ചെയ്തു എന്നർത്ഥമില്ല, മാലിയെ അമ്രായിട്ട് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയായി ഉപയോഗിക്കുന്നതാണ്. അതാണ് സമി അല്ലാഹു ലിമൻ ഹമിദ. അള്ളാഹു സ്തുതിച്ചവനെ കേട്ടു എന്നല്ല, കേൾക്കാൻ അവിടെ സ്തുതിച്ചില്ലല്ല, കേൾക്കട്ടെ എന്നാണ് സമി അല്ലാഹു ലിമൻ ഹമിദ. അപ്പൊ പിന്നീടാണ് അള്ളാഹു പിന്നെ പറയുന്നത്. അപ്പൊ സമി അല്ലാഹു കേൾക്കട്ടെ എന്നാണ്. അതുപോലെ ബാറക് അല്ലാഹുലൊക്കെ പറഞ്ഞാൽ ബറക്കത്ത് ചെയ്യട്ടെ എന്നാണ്, ബറക്കത്ത് ചെയ്തു എന്നല്ല. ശരിക്കും കുറച്ച് ഭാഷ പഠിച്ചവർക്ക് അതാണ് ബാറക്ക, മാദ്യാണല്ലോ, ആ ബറക്കത്ത് ചെയ്തു എന്നല്ല, ബാറക് അല്ലാഹു ചെയ്യട്ടെ. വിഷയം മാറിപ്പോവും. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? സൂറത്തുൽ ഫാത്തിഹയുടെ അതിൻ്റെ അസാസുൽ ഖുർആൻ എന്ന് പറയുന്നതിന് വിശദീകരിക്കുകയായിരുന്നു. ഖുർആനിൻ്റെ അസാസുകളെല്ലാം തൗഹീദ് അതിലുണ്ട്. തൗഹീദ് നമുക്ക് അതിൻ്റെ വിഭവങ്ങൾ പിന്നീട് സമയമുണ്ടെങ്കിൽ വിശദീകരിക്കാം. പിന്നെ വേണ്ടത് ഇസ്ലാമിലെ അടിസ്ഥാന റിസാലത്താണ്. റിസാലത്തിലൂടെയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ഹിദായത്ത് ലഭിച്ചിട്ടുള്ളത്. അള്ളാഹു സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, സൃഷ്ടിച്ച് തസ്വിയത്ത് സൗവ അള്ളാഹു എല്ലാം ശരിപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കുറവുണ്ടാന്ന് നോക്കിയാണ് ഈ മനുഷ്യരെ സൃഷ്ടിച്ചതിൽ. മനസ്സിലെ മൂക്ക് എവിടെ വേണമെന്നോ, കണ്ണ് എവിടെ വന്നാൽ പുരിയം വേണമെന്നോ വേണ്ടായിരുന്നുവോ എന്നൊക്കെ ചില വ്യത്യാസങ്ങൾ അള്ളാഹു പരീക്ഷണം കാണിച്ചിട്ടുണ്ട്. അതുപോലെ ചില കണ്ണില്ല, കണ്ണ് തുറക്കൂല, പിരിയം ഇല്ല ഒക്കെ എങ്കിൽ പോലും മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അതിൻ്റെ ഘടന ശരിപ്പെടുത്തിയവൻ അള്ളാഹുവാണ്. തസ്ഫിയത്ത് അള്ളാഹുവിനാണ്, തദബ്ബുർ അള്ളാഹുവിനാണ്, ഹിദായത്തും അള്ളാഹുവാണ്. അത് 2 തരത്തിലുള്ള ഹിദായത്തുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും സ്വതസിദ്ധമായൊരു ഹിദായത്ത് അള്ളാഹു നൽകിയിട്ടുണ്ട്. നൈസർഗിക വാസനകൾ, ആ വാസന അനുസരിച്ചാണ് ജല തേടുകയും ജീവിക്കുകയും സന്താനോത്പാദനം നടത്തുന്നതും എല്ലാം അള്ളാഹു നൽകിയ ആ ഒരു വാസന കൊണ്ടാണ്. അതിനേക്കാൾ ഉപരിയായ മനുഷ്യന്, സവിശേഷമായ മനുഷ്യന് അള്ളാഹുവിൻ്റെ ജീവിക്കുവാൻ മറ്റൊരു മാർഗദർശനം ആവശ്യമുണ്ട്. അത് പ്രവാചകന്മാരിലൂടെ, നബിമാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. അത് മൂന്നാമത്തത് അൽ-ആഖിറ, ഈ ലോക ജീവിതം കൊണ്ട് തീരുന്നില്ല. 3-1 എന്ന് പറഞ്ഞ ആഖിറത്താണ്, പരലോകമാണ്. ഈ 3 കാര്യങ്ങളും സൂറത്തുൽ ഫാത്തിഹയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് ഖുർആനിൻ്റെ മൊത്തം കാര്യങ്ങളുടെയും ഒരു സംക്ഷിപ്തമാണ് സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു പ്രതിപാദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെപ്പറ്റി പറയാം. മറ്റൊന്ന്
ഈ തൗഹീദ് പറഞ്ഞപ്പോൾ അള്ളാഹു ഇസ്തിഹ്ഖാഖു അൽ ഇബാദ, ആരാധനയ്ക്കുള്ള അർഹത, യോഗ്യത അള്ളാഹു ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആർക്കാണ് അർഹത ഉള്ളത്, ഈ ആരാധനയ്ക്ക് അർഹതയുള്ളത് ആരാണ് എന്നും അള്ളാഹു അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതും നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാം. ഈ സൂറത്തിന് മറ്റ് പേരുകളുമുണ്ട്. സൂറത്തുൽ ഹംദ് എന്നാണ് മറ്റൊരു പേര്. ഹദീസുകളിൽ അങ്ങനെയാണ്, സൂറത്തുൽ ഹംദ്, സൂറത്തുൽ ഹംദ്. കാരണം അതുകൊണ്ട് തന്നെയാണ്, ഞാൻ പിന്നീട് പറയാൻ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹ ഉറച്ചോതുന്ന നമസ്കാരങ്ങളിൽ ഇമാം ഹംദ് മുതലാണ് തുടങ്ങേണ്ടത്. ബിസ്മി അതിലുള്ളതാണ്, പക്ഷെ അത് പതുക്കെ ഓതും. അതാണ് ഏറ്റവും ശരിയായ റിപ്പോർട്ട്. ബിസ്മി പുറക്കെ ഓതി തെറ്റെന്ന് പറയാനില്ല, പക്ഷേ കൂടുതൽ ശരിയായ നല്ല രൂപം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ടാണ് പല ആളുകളും നമ്മളെ പറ്റിയുള്ള ഒരു പ്രധാന ആക്ഷേപം, അവർക്ക് ബിസ്മി ഇല്ല, തീർന്നതാണ്. സലാത്തില്ല, നബി ഇല്ല, ഖുർആനില്ല. ഇത് ഈ പറയുന്നതെല്ലാം ആഴുതും പതുക്കെയാണ്. അതിപ്പോൾ എല്ലാവരും പതുക്കെ തന്നെയാണ്. ഇപ്പോൾ ഓതുന്ന ഫാത്തിഹ ഓതുന്ന ആളുകൾ ബിസ്മി ഉറച്ചോതുന്നവരും ആഴുത് പതുക്കെ തന്നെ. ആ നിയമം തന്നെ. ആഴുത് ഖുർആനിലുള്ളതുമല്ല, ബിസ്മി ഖുർആനിലുള്ളതാണ്, ഫാത്തിഹയിലുള്ളതാണ്. പക്ഷേ അത് പതുക്കെ ഓതിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയതായിട്ട് അപ്പോൾ ഹദീസ് ഒന്നിലധികം റിപ്പോർട്ടുകളിൽ കാണാം. പക്ഷേ പണ്ഡിതന്മാർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ബിസ്മി ഉറക്കെ ഓതിപ്പോയാലും തെറ്റൊന്നും പറയാനില്ല. കുറച്ച് കൂടുതൽ ശരിയായ രൂപം സൂറത്തുൽ ഹംദാണ്. അതുപോലെ തന്നെ മറ്റൊരു പേരാണ് സൂറത്തു സലാത്ത് എന്ന് പറയും. കാരണം നിസ്കാരത്തിന് ഹദീസുകൾ കൂടി നമ്മൾ പറയേണ്ടതാണ്. ഹദീസ് കൂടി ലാ സലാത്ത് ലിമൻ ലം യഖ്റ സൂറത്ത് ബിഫാത്തിഹത്തിൽ കിതാബ്, മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതിന് ലാ സലാത്ത, നമസ്കാരമില്ല, ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല എന്നാണ് ഹദീസ്. എല്ലാവരും ഓതണം, ഇമാമും മഅ്മൂമും ഒക്കെ ഓതണമെന്നാണ്. ഈ പണ്ഡിതന്മാർക്കിടയിൽ മറ്റൊരു വീക്ഷണമുണ്ട്. ഇമാമിന്റെ ഓതലും മഅ്മൂമിനും മതിയാകുമെന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. എങ്കിലും കൂടുതൽ ശരിയായ രൂപം ഫാത്തിഹ എല്ലാവരും ഓതണമെന്നാണ്. അപ്പോഴും ഒരു സംശയമുണ്ട്. ഫാത്തിഹ ഓതുന്ന കാര്യത്തിന് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഈ ഓതൽ, അടുത്ത ഓതുന്നതിൽ സമയം കഴിഞ്ഞ് സമയം കൊടുത്തതിന് ശേഷമേ ഓതും. സബീസ്മ റബ്ബിക്കൽ അഅ്ലാ ഫദക്കറിന്റെ ഫാത്തിഹ ദിക്റ മുതലാണ് തുടങ്ങി ബാക്കി അതുവരെ ഞാൻ പതുക്കെ ഓതിയിട്ടാണ് പിന്നെ കുറച്ച് ഓതും. കുറേ നേരം ഇമാമ് മിണ്ടാതിരിക്കുന്നതാണ്. അങ്ങനെ വേണമെന്നില്ല. ഇമാം ഒരു ആയത്ത് ഓതി കഴിഞ്ഞാൽ നമുക്ക് ഇമാമിനെ മുൻകടക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇമാം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ഓതൽ കേൾക്കണമെന്നാണ്, കേട്ടതിന് ശേഷം. അത് ഖുർആന്റെ ഒരു പൊതുത്വമാണ്. ഇദാ ഖുരിയൽ ഖുർആൻ ഫസ്തമിഉ വൻസിതു ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ ഖുർആൻ ഓതക്ക് കേട്ടാൽ, കൂട്ടത്തിൽ ഓതലില്ല. നമ്മളിന്ന് ഖുർആൻ ഓതലില്ല നമ്മളെ പറ്റി പറയുന്നത് കൂട്ടത്തിൽ ഓതാത്തത് കൊണ്ടാണ്. കൂട്ടത്തിൽ ഓതുന്ന അദബ് കേടാണ്. ഒരാൾ ഓതുകയും ബാക്കിയുള്ളവർ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക. അതാണ് ഖുർആനിന്റെ മര്യാദകളിൽപ്പെട്ടത്. അപ്പോൾ മറ്റേ വീട്ടിലേക്ക് അങ്ങോട്ട് ഭയങ്കര ഓതലാണ് എല്ലാം കൂടെ. അത് വളരെ അദബ് കേടാണ്. ഖുർആൻ ഓതുമ്പോൾ ഒരു കാസറ്റ് പോലും വെറുതെ ഖുർആൻ കാസറ്റ് ഇടാൻ പാടില്ലെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നിങ്ങൾ കേൾക്കില്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞ ഇമാമിന്റെ ഖിറാഅത്ത് അതിന് വഹിക്കും. എങ്കിലും പണ്ഡിതന്മാരിൽ രണ്ട് അഭിപ്രായമുണ്ട്. റുക്കൂ എത്തിയാൽ റക്അത്ത് എത്തി എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഫാത്തിഹ കിട്ടിയാലേ റക്അത്ത് ആവൂ എന്നുള്ളത്. അതാണ് കുറച്ചുകൂടെ ശരിയായ രൂപം. ഫാത്തിഹ ഒരു റുക്കനാണ്, ഫർളായതുകൊണ്ട്. റുക്കൂ അത് ഒരു സാങ്കേതിക പദപ്രയോഗമാണ്. റുക്കൂ എത്തിയാൽ റക്അത്ത് കിട്ടി, വന്ന് കൈ കെട്ടി ഉടനെ റുക്കോയിൽ പോയി ഇമാമിൻ്റെ റുക്കോയിൽ പോയി കഴിഞ്ഞാൽ റക്അത്ത് കിട്ടി എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. എങ്കിലും ഫാത്തിഹ ഓതണം. ഇല്ലെങ്കിൽ നമ്മൾ റുക്കോയിൽ പോയി സുജൂദിലോ എവിടെ വെച്ച് തുടർന്നാലും നമുക്ക് ഒരു റക്അത്തൂടെ നമ്മൾ എഴുന്നേറ്റ് നമസ്കരിക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും ശരി. അപ്പോഴും ഫാത്തിഹ കിട്ടുകയും ചെയ്യും പൂർണ്ണമായിട്ടും. കിട്ടിയില്ല, അതാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് ഈ റുക്കുവിൻ്റെ സമയത്തിനുള്ളിൽ ഓതാൻ പറ്റുമെങ്കിൽ ഓതുക. അത് ഓരോരുത്തരുടെ കഴിവ് പോലെ ഇരിക്കും. മനസ്സിലായില്ലേ? ചിലർ എന്നാൽ ഇമാമുമായിട്ട് രണ്ട് അമലുകളിൽ പിന്തിയും പോകരുത്. ഇമാമ് പോവുക, ഇമാമ സുജൂദ് ഇടയിൽ ഇരുന്നൊക്കെ നിർത്തിയിട്ടും ഇവിടെ നിൽക്കണേ ഉള്ള ഒരാൾ, അത് ഇമാമത്തിന് ചെറുതല്ല. മുൻകടക്കാനും പാടില്ല, വലിയ പ്രദമായി വൈകി പോകാനും പാടില്ല. ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല എന്നുള്ളത് തത്വമാണ്. അപ്പം അത് പണ്ഡിതന്മാർ അതിനെയൊക്കെ പലതരത്തിൽ വിവിധ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതുപോലെ തന്നെ മൻ സല്ലാ സലാത്തൻ ലം യഖ്റഉ ഫീഹി ബി ഉമ്മിൽ കിതാബ് ഫഹിയ ഹദാജുൻ എന്നുണ്ട് ഒരു ഹദീസുണ്ട്. ഹദീസ് നമ്മൾ വിശദമായി വായിക്കുന്നുണ്ട്. അത് നമസ്കാരം, ഒരാൾ നമസ്കരിക്കുകയും ഉമ്മുൽ കിതാബിനെ പാരായണം ചെയ്തില്ല എങ്കിൽ അവൻ്റെ നമസ്കാരം ഹദാജുൻ ആയിറ താമുൻ, അപൂർണമാണ് എന്നാണ് നബിയുടെ മറ്റൊരു ഹദീസ്. അത് ആയിറ താമുൻ അങ്ങനെയും ഒരു ഹദീസുണ്ട്. പിന്നായാലും സൂറത്തു സലാത്താണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞൊരു പേരുണ്ട്, സബഉൽ മസാനി. വളരെ പ്രധാനപ്പെട്ടവരാണ് സബഉൽ മസാനി. സബഉൽ മസാനി എന്ന് പറഞ്ഞാൽ ആവർത്തിക്കപ്പെടുന്ന 7 വചനങ്ങൾ എന്നാണ്. കാരണം ഈ നിസ്കാരത്തിൽ ഇങ്ങനെ ഒരാൾ നിർബന്ധമായിട്ട് ഒരു ദിവസം നിർബന്ധ നിസ്കാരം ആസ്കരിച്ചതിന് 17 തവണ ഇത് പറഞ്ഞേ പറ്റൂ.
പിന്നെ സുന്നത്തിന് വേറെ 17 തവണ നിർബന്ധമായി ആവർത്തിച്ചുകൊണ്ടേ ഒരേ കാര്യമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. അള്ളാഹുവിനോട് ഒരേ കാര്യമേ പറയാനുള്ളൂ. സബഉൽ മസാനി വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഹിജ്റിലെ 87-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വലഖദ് ആതൈനാക സബഅൻ മിനൽ മസാനി വൽ ഖുർആനിൽ അദീം. സൂറത്തുൽ ഹിജ്റിലെ 87-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വലഖദ് ആതൈനാക, തീർച്ചയായും നിനക്ക് നാം നൽകിയിട്ടുണ്ട്, സബഅൻ മിനൽ മസാനി, ആവർത്തിക്കപ്പെടുന്ന 7 വചനങ്ങൾ, വൽ ഖുർആനിൽ അദീം എന്ന് പറഞ്ഞു. അദീമായ, ശ്രേഷ്ഠമായ, മഹത്തരമായ ഖുർആൻ നിനക്ക് നൽകിയിരിക്കുന്നു അള്ളാഹു അറിയിച്ചതാണ്. അത് സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ്. ഇനി അതുപോലെ തന്നെ വീണ്ടും പേരുകളുണ്ട്. വേറെ ഏത് പേരറിയാം? സൂറത്തുൽ വിക്കായ എന്നൊരു പേരുണ്ട്. വിക്കായ വിക്കായത്ത് വെച്ചാൽ സംരക്ഷണം നൽകുന്നതാണ്. അതിനും കുറച്ച് നമ്മുടെ പ്രായോഗിക തലത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് കൺഫ്യൂഷനുള്ളൊരു വിഷയമാണ് വിക്കായത്ത് സംരക്ഷണം നൽകുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മുടെ ഈ സൂഫിസം പോലെ നമ്മളെ ഇസ്ലാമിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം ഖുർആൻ തെറാപ്പി എന്ന് പറയുന്നത് തുടങ്ങിയിട്ടുണ്ട്. ഖുർആൻ ശിഫയാണ്. അത് പ്രധാനമായും ഖുർആൻ ഊന്നൽ നൽകിയിരിക്കുന്നത് ശിഫാഉൻ ലിമാ ഫി സുദൂർ, മനുഷ്യ മനസ്സുകൾക്ക് ആശ്വാസമെന്നാണ്. എന്ന് വെച്ച് ഖുർആന് ബറക്കത്തോ റഹ്മത്തോ ഇതുപോലെ ശിഫായുടെ ഗുണമോ ഇല്ല. നമ്മൾ സംസത്തിന് ഒരു പരിധിയിലേ നമുക്കത് കാണാൻ പറ്റും. ഒരു ചികിത്സയായി കൊണ്ടു നടക്കാനില്ല. നമ്മൾ ദിവസവും ഖുർആൻ ഓതേണ്ട ഭാഗങ്ങൾ ഓതുന്നു. സൂറത്തുൽ ബഖറ ഓതണം വീട്ടിൽ. അതുപോലെ അതിപ്പോൾ ആയത്തുൽ കുർസിയും ആമന റസൂലും ഓതിയാലെങ്കിലും മിനിമം അതിൻ്റെ ഒരു പരിധിയിൽ നമുക്ക് പെടാം. അതുപോലെ ഇഖ്ലാസ്, മുഅബ്ബദത്തൈനി, ഇതെല്ലാം നമുക്ക് വിഖായത്തിന് വേണ്ടിയുള്ളത് തന്നെയാണ്. അതവൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അതെന്താണ്? ഫീഹാ ശിഫാഉൽ ഖൽബ് മിൻ ദാഇ തഅല്ലുഖ് ബിഗൈറില്ലാഹ്, അല്ലാഹു അല്ലാത്തവരിലേക്ക് ബന്ധപ്പെടുന്നതിന് അവനെ എന്ത് ചെയ്യുന്നു? ആ രോഗത്തിന് തടയും. അങ്ങനെയൊരു ബന്ധം. തൗഹീദ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആളുകൾ എപ്പോഴും ഈ മന്ത്രവും ചികിത്സയുമായിട്ട് മറ്റു പല കേന്ദ്രങ്ങൾ എവിടെ പോയാലും കിട്ടിയാൽ മതി എന്നാണ്. ഇതൊക്കെ ഓതിയ ചരടും തകിടും ഒക്കെ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറുക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓതിയാണ് ഊതിയത്. പണ്ടൊരു കാലഘട്ടത്തിൽ കേരളത്തിൽ മുസ്ലിങ്ങൾ ഈ പിഞ്ഞാണിൽ എഴുതി കലക്കി കുടിക്കുകയായിരുന്നു. അല്ല, വലിയ ആയത്തുകളാണ്. അപ്പം അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ചികിത്സയല്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഏത് രോഗങ്ങൾക്കാണ്? അംറാദുൽ റിയാ, ലോകമാന്യതയുടെ രോഗം. നമ്മൾ ചരിത്രത്തിൽ കാണാക്കൂല. വൽ അജബ്, ഭയങ്കരമായ കൗതുകം, അതിശയം. വൽ കിബിരിയാ, അഹങ്കാരം. ഈ രോഗങ്ങൾ മാറാനുള്ള ശിഫയാണ് ഫാത്തിഹ എന്നാണ്. അതാണ് വിഖായത്തിന്റെ പൂർണ്ണമായ അർത്ഥം. അല്ലാതെ ഫാത്തിഹയ്ക്ക് ഒരു രോഗശമനി എന്നുള്ള നിലയിൽ മാത്രം കേട്ടാൽ പോരാ. അത് അതിൻ്റെതായ അള്ളാഹുവിൻ്റെ എല്ലാ കലാമിനും ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ ബറക്കത്തും റഹ്മത്തും ഒക്കെ ഉണ്ട്. നമ്മളത് മൊത്തത്തിൽ നിഷേധിക്കാൻ പാടില്ല. പക്ഷേ അതിൻ്റെ ഓവറായ പ്രയോഗം മനസ്സിലായില്ലേ? ഈ റുഖിയ ശറയ്യ ഇസ്ലാമിലുണ്ട്. വാസ്തവത്തിൽ ദ്വാകളാണ്. ദ്വാകളും ഇതുപോലെയൊക്കെ ഓതേണ്ട പതിവാക്കേണ്ട ഓതലുകളാണ്. അല്ലാതെ ഞാൻ അങ്ങോട്ട് അതിൻ്റെ പ്രാക്ടീസ് അങ്ങോട്ട് ആരംഭിച്ച് നിങ്ങൾക്കെല്ലാം വന്ന് വീട്ടിലേക്ക് വന്ന് ഓതി തരിക, ആ പരിപാടിയില്ല. അത് അവരോട് ഓതുകയും ദ്വാചയും ചെയ്യുമ്പോഴാണ് അതിനാശ്വാസമാണ്. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു ചികിത്സയാണ്. അല്ലാഹുമ്മ റബ്ബന്നാസ് വശ്ഫി അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക എന്ന് രോഗിയുടെ മൂന്നൊരു രോഗിക്ക് ഒരു ആശ്വാസം. എനിക്ക് വേണ്ടി പടച്ചവൻ്റെ അടുത്ത് ദ്വാ ചെയ്തില്ല. ആ ദ്വാ കൊണ്ട് തന്നെ ഒരു ആശ്വാസം വരും. അത് ദ്വായാണ്. അപ്പോൾ ഈ റുഖിയ ശറയ്യ ഇസ്ലാമിലുണ്ട്. പക്ഷേ അതിൻ്റെ പരിധി വിട്ട് ഓവറായി പോകരുത്. അവരവർ ചികിത്സിക്കുക, അവരവർ ആശ്വാസം കണ്ടെത്തുക എന്നാണ്. അത് നബിയുടെ ഹദീസുകളിൽ അങ്ങനെയൊക്കെ വേദനയുള്ള ഭാഗത്ത് ഇനി അത് നമ്മൾ അല്ലാതെ തന്നെ ചെയ്യും. അത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പറ്റൂ. അപ്പം അതൊരു തെറാപ്പിയായി, ഒരു ചികിത്സാ രീതിയായി കൊണ്ട് നടക്കരുത്. അതാവുമ്പോഴത്തേക്കാണ് പണ്ട് കാലത്ത് നമ്മളെ മുസ്ലിങ്ങളായതുപോലെ ആയിപ്പോകും. അപ്പം അതിൻ്റെ ഒരു വകഭേദം ഗൾഫ് ലോകത്തൊക്കെ ചില ആളുകളെ സ്വാധീനിച്ചു. സലഫികളിൽ സൂഫിസം പിടിപെട്ടിരിക്കുന്നു. ഞാൻ അതിൻ്റെ ഒരു പൊത്തത്തിൽ അഭിപ്രായം പറഞ്ഞു. സലഫികൾ നല്ല ആളുകളാണ്, ഖുർആൻ ഹദീസ് പോലെ. അവർക്കൊത്തിരി സൂഫിസം പിടിപെട്ടിരിക്കുന്നു. സൂക്ഷ്മമായിട്ടൊക്കെ ചില കാര്യങ്ങളിൽ അവരങ്ങ് അങ്ങനെ നോക്കും. നമ്മൾ ഒരു ആവറേജ് തലത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ടുപോകാനേ പറ്റൂ. നമുക്ക് അഗാധ തലങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ പോകുമ്പോൾ സ്വന്തം ഭാവനയും സ്വന്തം ചിന്തയും അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ അങ്ങ് ഭയങ്കര നല്ലതാണ്. നമ്മളൊരു പരിധിയിൽ കൊണ്ടുപോകണം എന്നാണ് സൂചിപ്പിച്ചത്. അപ്പോൾ വിഖായത്ത്, കാഫിയ എന്നൊരു പേരുണ്ട്. കാഫിയ എന്ന് പറഞ്ഞാൽ മതിയായത്. ഇത് മതിയെന്നാണ് സൂറത്ത്. ഇത് തന്നെ മതിയായതാണ് കാഫിയ. അൽ കെൻസ്, നിധി എന്നൊരു പേരുണ്ട്. അൽ കെൻസ്. അപ്പം പണ്ഡിതന്മാരെ ഒരുപാട് പേരുകൾ ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ മഹത്വത്തെ
സൂചിപ്പിക്കുന്ന ഒരുപാട് പേരുകൾ അത് സംബന്ധിച്ച് പറയുന്നുണ്ട്. 7 ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്, 7 ആയത്തുകൾ. അതുകൊണ്ട് തന്നെ 7 സന്ദേശങ്ങൾ, 7 പാഠങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹ നൽകുന്നത്. നമുക്ക് അർത്ഥം അറിയാം, അതുകൊണ്ട് ഞാൻ അർത്ഥത്തിലേക്ക് വരുന്നില്ല. അതിനു മുമ്പ് ഞാൻ പറയാണ്, 7 സൂത്രങ്ങളുണ്ട്, 7 സന്ദേശങ്ങളാണ്. അതിൽ കൂടുതലും വേണമെങ്കിൽ പറയാം, എങ്കിലും നമ്മൾ 7 പറയും. 1, അള്ളാഹു സ്തുതി കീർത്തനം ഇഷ്ടപ്പെടുന്നു. ഇതാണ് ഒന്നാമത്തെ സന്ദേശം. ഫാത്തിഹയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് മാത്രവുമല്ല, അത് സ്വയം അള്ളാഹു ഹംദ് ചെയ്തിരിക്കുന്നു. അള്ളാഹുവിനെ തന്നെ പുകഴ്ത്തിയിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അത് ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നബിയോട് ഒരുപാട് സമയം സ്ഥലത്ത് തസ്ബീഹ് ചെയ്യുവാനും തഹ്മീദ് ചെയ്യുവാനും ആവശ്യം സൂറത്തുൽ ഖുർആനിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം ഇതിൽ ഒന്നാമത്തെ സന്ദേശം, അള്ളാഹു ഹംദ് ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹു നമ്മുടെ നാഥനാണ് എങ്കിൽ പോലും അള്ളാഹുവിന് ആ പ്രകീർത്തനം വളരെ ഇഷ്ടമാണ്. അത് സ്വയം ആ പ്രകീർത്തനം നടത്തിയിരിക്കുന്നു, അത് നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇത് മാത്രമല്ല, പല സൂറത്തുകളിലും ഈ ഒന്നാമത്തെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന ആ ആയത്ത് ആവർത്തിച്ചിട്ടുണ്ട്. ഫാത്തിഹയിൽ 2, അൻആമിൽ 45 ഉണ്ട് അതേ വാക്ക്. അല്ലാതെ ഈ ഹംദ് എന്താണ്, വെറും ഹംദ് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു സൃഷ്ടാവാണ്, അള്ളാഹുവിന് മറ്റു വിഷയം പറയുന്നത്. ഇത് ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് തന്നെ അൻആമിൽ 45-ാമത്തെ ആയത്തിൽ കാണാം, യൂനുസിൽ 10-ാമത്തെ ആയത്തിൽ കാണാം, അസ്വാഫാത്തിൽ 182 കാണാം, സുമറിൽ 75, ഗാഫിറിൽ 65. ഈ ആയത്തുകൾ ഇതിലെല്ലാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അള്ളാഹു ആവർത്തിച്ചിട്ടുണ്ട്. അല്ലാത്ത ഹംദുകൾ ഒരുപാടുണ്ട്. അള്ളാഹു ഒരു സൃഷ്ടാവ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഖുർആൻ അവതരിച്ചതിന് അൽഹംദുലില്ലാഹില്ലദീ അൻസല അബ്ദിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജന്നാണ് കഹു തുടങ്ങാനല്ല. അങ്ങനെ ഒരുപാട് ഹംദ് നമുക്ക് കാണാം. പക്ഷേ ഈ ഹംദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ഒന്ന് കാണാം. ഒന്നാമത്തെ സന്ദേശം, അള്ളാഹുവിനെ സ്തുതിക്കണം, പ്രകീർത്തിക്കണം. ഹംദിന്റെ അർത്ഥം ഞാൻ പിന്നീട് പറയാം, ഒന്നുകൂടെ പറയാം. അടുത്തത്, ഹംദിനും ഇതുപോലെ പ്രകീർത്തിക്കുന്നതിനും അതുപോലെ ആരാധനയ്ക്കും ഇബാദത്തിനും യോഗ്യതയും അതുപോലെ അതിന് അർഹതയുമുള്ള 3 സംഗതികൾ അള്ളാഹു വിശുദ്ധ ഈ ഫാത്തിഹയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ ഇബാദത്തിന് അർഹത വേണം. ആരെയാണ് ആരാധിക്കേണ്ടത്, ആ ആളിന് എന്ത് യോഗ്യത വേണം. അള്ളാഹു പറയുന്നത് 3 ഏതൊക്കെയാണത്? റബ്ബുൽ ആലമീൻ ആയിരിക്കണം, റബ്ബുൽ ആലമീൻ ആയിരിക്കണം. പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അർ റഹ്മാനുർ റഹീം ആയിരിക്കണം, റഹ്മാനായിരിക്കണം, റഹീമായിരിക്കണം. അതുപോലെ മാലിക് യൗമിദ്ദീനായി. ഈ 3 യോഗ്യതകളുള്ളവർ മാത്രമേ ആരാധന അർഹിക്കുന്നുള്ളൂ. ഈ 3 യോഗ്യത ഉള്ളവർക്കേ സ്തുതിയുള്ളൂ, സ്തുതി കീർത്തനങ്ങൾ ഉള്ളൂ, വേറെ ആർക്കില്ല. അപ്പം അത് അള്ളാഹു അവിടെ എടുത്തു പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. 3-ാമത്തെ സന്ദേശം, അള്ളാഹുവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നത് ദുആയുടെ മര്യാദകളിൽപ്പെട്ടതാണെന്ന് രീതി നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം മര്യാദ പഠിക്കും. എപ്പോഴും ഹംദും സലാത്തും വേണമെന്ന് നമ്മൾ പറഞ്ഞു. സലാത്ത് ഹദീസി നമ്മൾ മനസ്സിലാക്കിയതാണ്. അള്ളാഹു തന്നെ ഫാത്തിഹയിലൂടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ദുആ പഠിപ്പിച്ചപ്പോൾ ഹംദ് കൊണ്ട് തുടങ്ങുന്നത്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നത് അത് പ്രാർത്ഥനയുടെ മര്യാദകളിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് പഠിച്ചെടുക്കാം. ഫാത്തിഹ നമ്മൾ പഠിച്ചതാണ്, മനസ്സിലായില്ലേ? സലാത്ത് ചെല്ലുക എന്നുള്ളത് നമ്മൾ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയാണ്. കാരണം അത് അല്ലാതെയും പഠിച്ചിട്ട് അസ്സലാത്തു അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് നമ്മൾ തശഹ്ഹുദിലെ പ്രാർത്ഥനയിൽ അതിനു മുമ്പ് അള്ളാഹു തന്നെ നബി സലാം അസ്സലാമു അലൈക അയ്യുഹൻ നബി സലാം പറഞ്ഞിട്ടുണ്ട്. ഹംദ് നേരത്തെ ഫാത്തിഹയിലുണ്ട്, അതുപോലെ തന്നെ കാണുക. അപ്പോൾ അത് ഒന്ന്. ഇനി 4-ാമത്തേത്, ആരാധിക്കുന്നത് അള്ളാഹുവിനെ മാത്രമായിരിക്കണമെന്നും കൂടെ സമർപ്പിച്ചു. ആരാധിക്കുന്നത് അള്ളാഹുവിനെ മാത്രമായിരിക്കണം, അള്ളാഹുവിൽ നിന്ന് മാത്രമേ സഹായം തേടാവൂ എന്ന് പറഞ്ഞു. 2 കാര്യം പറഞ്ഞു. ആരാധിക്കുന്നത് അല്ലാഹുവിനെ ആകണം, എന്തെങ്കിലും സഹായം അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായങ്ങൾ തേടുന്നത് അല്ലാഹുവിൽ നിന്ന് മാത്രമായിരിക്കണമെന്ന് പറഞ്ഞു. ഇനി 5, സന്മാർഗം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീക്ക് വേണം. നമ്മൾ ഇതിന് പഠിച്ചെടുക്കുന്നതാണ്. അല്ലാതെ ആരൊക്കെ എവിടെയെല്ലാം കിണഞ്ഞു പരിശ്രമിച്ചാലും അങ്ങനെ അള്ളാഹു, അതുകൊണ്ടാണ് അതാണ് നമ്മളെ ദുആ. അള്ളാഹുവിൻ്റെ തൗഫീക്ക് വേണം. അള്ളാഹു അനുഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് ഹിദായത്ത് ലഭിക്കുകയുള്ളൂ എന്നൊരു കാര്യം. 6-ാമത്തത്, അനുഗ്രഹങ്ങളെ അംഗീകരിക്കണം എന്ന ഇതിൽ സൂചനയുണ്ട്. സൂറത്തുൽ ഫാത്തിഹ നമുക്ക് ലഭിച്ച, നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഇത് ഓർമ്മിക്കണം. നമ്മൾ പല കാര്യവും നമ്മൾ ആവശ്യങ്ങൾ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞെങ്കിലും അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ ആലോചിച്ചാൽ യാതൊരു അന്തവുമില്ല. നമുക്ക് പല ബുദ്ധിമുട്ടുകളും കണ്ടേക്കും. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അത് വലുതാണ്. അപ്പോൾ ഈ അനുഗ്രഹങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അംഗീകരിച്ച് നല്ല മാതൃക വേണം എപ്പോഴും തേടേണ്ടത് എന്നാണ് അത്. നല്ല മാതൃക 7, ആ നല്ല മാതൃക സജ്ജനങ്ങളുടെ പാത ആഗ്രഹിക്കുകയും ദുർഭാഗ്യങ്ങളുടെ പിഴവിനെ ഭയക്കുകയും ചെയ്യണം. ഇത്രയും സന്ദേശങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹയിൽ. പണ്ഡിതന്മാർ പല രൂപത്തിൽ ഇതിനെ വിശകലനം ചെയ്തവരുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ സജ്ജനങ്ങളുടെ പാത നമ്മൾ ആഗ്രഹിക്കണം എപ്പോഴും.
നല്ല ആളുകളുടെ പാത ഏതാണോ അത് ആഗ്രഹിക്കുകയും അതേപോലെ ദുർജനങ്ങൾ ദുർമാർഗികളായ ആളുകളുടെ അവരുടെ പിഴവ് അവർ പിഴപ്പിച്ച് കളയും അത് നമ്മൾ ഭയക്കുകയും ചെയ്യണം. ഈ കാര്യങ്ങളാണ് 7 സന്ദേശങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ പറയുന്ന അതിന് അറബിയിൽ ബസ്മലത്ത് എന്നാണ്. അൽ ബസ്മല, ബിസ്മി ചൊല്ലുന്നതിന് പറയുന്നത് ബസ്മല, അഊദ് ഓതുന്നതിന് പറയുന്നത് ഇസ്തിആദത്ത്. സൂറത്ത് നഹ്ലിലെ 98-ാമത്തെ ആയത്തിൽ അള്ളാഹു ആവശ്യപ്പെട്ട അനുസരിച്ചാണ് നമ്മൾ ഇസ്തിആദത്ത് നടത്തുന്നത്. എന്നാണ് പറഞ്ഞത്, ഇദാ ഖറഅത്തൽ ഖുർആൻ, നീ ഖുർആൻ ഓതിയാൽ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട ആട്ടിയകറ്റപ്പെട്ട പിശാചിൽ നിന്ന് നീ കാവലിനെ തേടണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. കാരണം നല്ലൊരു കാര്യമാണ്. ഈ നല്ല കാര്യങ്ങൾ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി പിശാചി തെറ്റിച്ചളയും. അതുകൊണ്ട് ഇസ്തിആദത്ത് വേണമെന്ന് അള്ളാഹു പറഞ്ഞു. എന്താണ് സൂറത്ത് റഫർ എന്ന് പറയുന്നത് 98, സൂറത്ത് നഹ്ലിലെ 98-ാമത്തെ ആയത്തിൽ ഇദാ ഖറഅത്തൽ ഖുർആൻ ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിനോട് കാവൽ തേടണം മിനശ് ശൈത്താനിർ റജീം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ പഠിപ്പിച്ചാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഖുർആനിലുള്ളതല്ല അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഖുർആനിലുള്ളതല്ല, നബി പഠിപ്പിച്ചനുസരിച്ചുള്ള ഒരു കാവലിനെ തേടുന്ന പ്രാർത്ഥനയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അത് 2-3 റിപ്പോർട്ടുകളിൽ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നെല്ലാം പറയാം. എന്തായാലും അള്ളാഹുവിനോടാണ് കാവൽ പിശാചിൽ നിന്ന്. കാരണം നമുക്ക് നേരെ തടയാൻ പറ്റാത്തതാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് കാവൽ വേണം, അത് ഇസ്തിആദത്ത് വേണം. ബിസ്മിയുടെ നിയമങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ബിസ്മി എന്ന് പറയുന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ആയത്ത് തന്നെയാണ്. അതല്ലാന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാരും ഉണ്ട്. മനസ്സിലായില്ലേ? എല്ലാ സൂറത്തുകളിലും ബിസ്മി ഇല്ല, ഉണ്ടാ, ചില ആളുകൾക്ക് ധരിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ സൂറത്തുകളിലെയും ഇടയ്ക്ക് ഈ സൂറത്തുകൾ തമ്മിൽ പിരിക്കാൻ വേണ്ടി ഒരു ബിസ്മി ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മുസഹഫിൽ അതെല്ലാം എഴുതിയത്. ബിസ്മി യഥാർത്ഥത്തിലുള്ളത് ഫാത്തിഹയിൽ തന്നെയാണ്. പക്ഷേ ഫാസിലായിട്ട് ഒരു സൂറത്ത് കഴിഞ്ഞ അടുത്തൊരു സൂറത്ത്, അവിടെ സൂറത്ത് തൗബയുടെ ആദ്യത്തിൽ മാത്രം ബിസ്മി ഇല്ല. കാരണം അതിൽ കൈകാര്യം ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരാരും അത് പാരായണം ചെയ്ത് ഒരു ബിസ്മി ചെല്ലാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അത് ഒഴിവാക്കി നിർത്തിയിരിക്കും. ബിസ്മി ഇല്ലാത്ത സൂറത്തുണ്ട്, സൂറത്ത് തൗബയുടെ ആദ്യത്തിലില്ല. അങ്ങനെയാണ് അത് ചെയ്തത്. ബാക്കി എല്ലാത്തിൻ്റെയും ആദ്യത്തിൽ ബിസ്മി എഴുതിയത് സൂറത്തുകൾ തമ്മിലൊന്ന് പിരിക്കാൻ, വേർതിരിക്കാൻ, ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒരു അടയാളം വെച്ച് കണക്ക് ബിസ്മി അവിടെ വെച്ചിരിക്കുന്നു എന്നുള്ളത്. ബിസ്മി ഉള്ളത് ഫാത്തിഹയിൽ തന്നെയാണ്. ബിസ്മി സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ആയത്താണ് എന്നും അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കെല്ലാം അറിയാം. എല്ലാവരും ബിസ്മിയുടെ അർത്ഥം പല ആളുകളും കത്തിലും സ്ഥലങ്ങളിലൊക്കെ അർത്ഥം എഴുതി വയ്ക്കാറുണ്ട്. അർത്ഥം എഴുതി വെച്ചാൽ ബിസ്മിയുടെ കൂലി കിട്ടില്ല. എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ആ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തെ ചോദിച്ചാൽ ബിസ്മിയുടെ കൂലി കിട്ടുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ ബിസ്മിയുടെ കൂലി കിട്ടും. അപ്പോൾ എന്തായാലും 786 ന്യൂമറിക്കൽ വാല്യൂ അനുസരിച്ച് ഈ ന്യൂമറോളജി തന്നെ ഉണ്ടാക്കിയത് അറബികളാണ്. പിന്നെ അത് ഇന്ത്യയിൽ നിന്നും അടക്കം മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് കൊടുത്തത്. അപ്പോൾ അവരതിൽ നിന്നുണ്ടാക്കിയ ഒരു കോഡാണ് 786. ഈ അക്ഷരങ്ങൾക്ക് ഒരു മൂല്യം നിശ്ചയിച്ചിട്ട് അതനുസരിച്ച് കൂട്ടിയെടുക്കുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് നമ്മൾ പറയുന്ന സാധാരണ അൽഫുബാവ് ജീം ആ കണക്കിനല്ല. അബ്ജദ് ഹത്തി കൽമൻ എന്നൊക്കെ പറയുന്ന മറ്റൊരു രൂപത്തിലാണ് വേർഡ് ഓർഡർ ഉള്ളത്. അതനുസരിച്ച് ആദ്യത്തെ 10 അക്ഷരങ്ങൾക്ക് 1, 2, 3, 10 കഴിഞ്ഞ് 10, 20, 30, 40, 50, 100 അങ്ങനെ മൂല്യം ഇട്ടിട്ട് ആ അക്ഷരങ്ങളെല്ലാം കൂടെ കൂട്ടിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൻ്റെ മൂല്യം ഞാൻ അത് വിശദമായില്ല 786 കിട്ടും. അത് ഒരു വലിയ ടെക്നിക്കാണ്, അത് ഉപയോഗിച്ച് ചെയ്തതാണ്. അപ്പോൾ അത് കിട്ടൂല. ഇൻ ദ നെയിം ഓഫ് അല്ലാഹ് ദി മോസ്റ്റ് ഗ്രേഷ്യസ് ദി ബെനവലന്റ് എന്നൊക്കെ എഴുതി വെച്ചാലും ബിസ്മിയുടെ കൂലി കിട്ടില്ല. ബിസ്മിയുടെ ആശയം മനസ്സിലായി. ബിസ്മി എന്ന് വേണമെങ്കിൽ ബിസ്മി. കാരണം എന്തുകൊണ്ടാണ്? ഖുർആൻ എന്ന് അറബി ഭാഷയിൽ മാത്രമേ ഉള്ളൂ. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിൽ മാത്രമേ ഖുർആനുള്ളൂ. അതുകൊണ്ട് മലയാളം ഖുർആൻ നമുക്ക് ആശയം പഠിക്കാനേ പറ്റൂ മലയാളത്തിൽ. ഇപ്പോൾ ചിലരൊക്കെ നമ്മൾ അർത്ഥം പഠിക്കുന്നത് ഫാത്തിഹ മലയാളത്തിൽ ഓതിയാൽ മതി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ചിലർ നമ്മളെ കളിയാക്കാനേ അർത്ഥം പഠിക്കണമെന്ന് നമ്മൾ ഇത്രയും ആവേശത്തോട് പറയുന്നതുകൊണ്ട് എന്നാൽ ആ പരമകാരുണികനായ അല്ലാഹുവിൻ്റെ നാമത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. ഇപ്പോൾ ക്രിസ്ത്യാനികളെ ബൈബിളൊക്കെ അങ്ങനെയൊക്കെയാണ്. അവർ ഏത് ഭാഷയിലും കീർത്തനങ്ങൾ നടത്തിയാൽ മതി. മനസ്സിലായില്ലേ?
നമ്മൾ അതുപോലെയാണ് പറഞ്ഞത്, നിങ്ങളും ഇതുപോലെ ദുആയ്ക്കൊക്കെ പാടരുത്, മനസ്സിലായില്ലേ? പാട്ടല്ല പാടാവുള്ളത്, നിങ്ങൾ ദുആ ചെയ്താൽ മതി മനസ്സിലായി. നമ്മൾ അവരോടും പറയാറുണ്ട്, ബൈത്ത് ഇല്ല ഇത്ര വലിയ പുണ്യമാണെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. ബൈത്ത് ഒരു കലാരൂപമാണ്, മനസ്സിലായില്ലേ? സലാത്തും തസ്ലീമും അസ്കാ തഹിയ്യത്തി കൊള്ളാം, പാട്ട് കേൾക്കാൻ കൊള്ളാവുന്നേ ഉള്ളൂ, ഒരു ആരാധനയാവൂല. പോട്ടെ, ഇൻഷാ അതിലെ വിഷയം. ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ഖുർആൻ പാരായണം ആരംഭിക്കുന്നു എന്നാണ് നമ്മൾ അവിടുത്തെ അർത്ഥം. ഒരാൾ പാരായണം ചെയ്യുന്ന ആള് മനസ്സിലെ എഴുതുമ്പോൾ ബിസ്മി എഴുതണമെന്നില്ലെന്നാണ് പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഒരു പുതിയ അറിവുടെ കയറാം. എഴുതുമ്പോൾ ബിസ്മി എഴുതണ്ട, വായിക്കുന്ന ആൾ ബിസ്മി കൊണ്ട് വായിച്ചോണ്ടാൽ മതി. അതായത് സഹീൽ ബുഖാരി ഇമാം ബുഖാരി സഹീൽ ബുഖാരി എഴുതി തുടങ്ങിയപ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ല. അൽഹംദുലില്ലാഹ് പലപ്പോൾ എല്ലായിടത്തും കാണാം കിതാബുൽ ബിസ്മി കൊണ്ട്. വായിക്കുന്ന ആൾ ബിസ്മി വെച്ച് വായിച്ചോളൂ. ഏത് ജോലി ചെയ്യുന്ന ആളും ബിസ്മി അവരുടെ കയ്യിൽ നിന്നാണ് ഇടേണ്ടത്, മനസ്സിലായി? അതുകൊണ്ട് ബിസ്മി മുസഹഫിൽ ബിസ്മി അതിലൊരു ഭാഗമായതുകൊണ്ട് അത് എഴുതി ചേർത്തതാണ്. അപ്പോൾ എന്താണ് ഇബ്തദി ഖിറാഅത്തുൽ ഖുർആൻ ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ഖുർആൻ ആരംഭിക്കുന്നു എന്നാണ്. എന്നിട്ട് അപ്പോൾ ആ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? മുസ്തഈനൻ ബിഹി എന്നാണ് തഫ്സീർ പറഞ്ഞിരിക്കുന്നത്. ആ അള്ളാഹുവിൻ്റെ സഹായം തേടിക്കൊണ്ട്. അവിടെ അതിനൊക്കെ അർത്ഥമുണ്ട്. വെറുതെ അള്ളാഹുവിൻ്റെ നാമം പറയുക എന്ന് പറയുമ്പോൾ അള്ളാഹു തന്നെ ആവശ്യപ്പെട്ടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ തന്നെ അള്ളാഹു പറഞ്ഞത്, നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നാമത്തിൽ ഈ വായിക്കൂ. അപ്പോൾ അതുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ നാമത്തിൽ വായിക്കാൻ അള്ളാഹുവിൻ്റെ സഹായത്വം തേടിക്കൊണ്ട് ഞാൻ ഇതാ ആരംഭിക്കുന്നു, വായന ആരംഭിക്കുന്നു. അർ റഹ്മാൻ റഹീം. അപ്പോൾ അവിടെ അള്ളാഹു എന്ന് പറയുന്ന വാക്കൊരു അലമാണ്, ഒരു പ്രോപ്പർ നൗൺ. അപ്പോൾ അതിന് വല്ലാത്തൊരു അർത്ഥമുണ്ട്. അൽ ഇലാഹ് എന്നാണ് അതിന് നമുക്ക് അർത്ഥം പറയും. അത് അൽ ഇലാഹ് എന്ന് പിരിക്കാൻ പറ്റില്ല. നമ്മൾ അള്ളാഹു എന്ന് ഒരു അലമായ ഒരു സംജ്ഞാനാമം അള്ളാഹു ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അൽ മഅബൂദ് ബി ഹക്കിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിലുള്ള ആരാധ്യൻ അള്ളാഹു എന്നാണ്. സാക്ഷാൽ ദൈവം എന്ന് പറയുന്നതാണ് അള്ളാഹു. സാക്ഷാൽ ദൈവം, ബാക്കി ദൈവങ്ങളിലെ കൃത്രിമ ദൈവങ്ങളാണ്. സാക്ഷാൽ ദൈവം അൽ മഅബൂദു ബി ഹക്കിൻ എന്നാണ് അതിൻ്റെ ക്ലിയർ ആയ ഒരു ഡെഫിനിഷൻ. അൽ മഅബൂദു ബി ഹക്കിൻ, യഥാർത്ഥത്തിലുള്ള സത്യസന്ധമായ ആരാധ്യനാണ് അള്ളാഹ്. അതാണ് ഏറ്റവും ജലാലത്തിൻ്റെ നാമമാണ്. അതിൽ പയ്യ ബിസ്മില്ലാ. അള്ളാഹുവിന് ഒരുപാട് നാമവിശേഷണങ്ങളൊക്കെ ഉണ്ട്, 99 അതിലധികവും ഉണ്ട് എങ്കിൽ ബിസ്മില്ലാ ബിസ്മില്ലാ. എന്നിട്ട് അർ റഹ്മാൻ, എന്താണ്? അതാണ് അതെ. ഈ ആലിഹത്തുണ്ട്, ദൈവങ്ങളുണ്ട്. ആലിഹത്ത്, ഇലാഹ്, ആലിഹത്തുൻ. ദൈവങ്ങൾ എന്ന് പറയുന്നത് ആരാധനയുടെ പല അംശങ്ങളും പലർക്കും വഹിക്കുന്നുണ്ട്. നമ്മൾ സാക്ഷാൽ ദൈവം എന്ന് പറയുന്നത് ഏകനായ ദൈവത്തെ മാത്രമേ, ഒരു ദൈവമേ ഉള്ളൂ എങ്കിൽ പിന്നെ ഈ ആലിഹത്ത് എങ്ങനെ പറയാൻ പറ്റും നമുക്ക്? നമ്മൾ അതുകൊണ്ടാണ് സാക്ഷാൽ ദൈവം നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ഈശ്വരൻ, ദൈവം എന്നൊക്കെ പറയുന്ന എല്ലാം ഒന്ന് എന്ന് തന്നെയാണ്. ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ഒക്കെ മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ പ്രത്യേകം ദൈവങ്ങളൊന്നുമില്ല. ശരി, മുസ്ലിങ്ങളുടെ ദൈവത്തിൻ്റെ പേരാണ് അള്ളാഹു എന്നാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബിസ്മില്ല അള്ളാഹുവിൻ്റെ, അത് സാക്ഷാൽ ദൈവം എന്ന് പറഞ്ഞ അൽ ഇലാഹ്. അൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകം മാരിഫയ്ക്ക് വേണ്ടി ചേർത്തതാണ്. ഏതെങ്കിലും ഇലാഹല്ല, ഒരു പ്രത്യേകമായ ഇലാഹ്. ആ ഇലാഹ് സാക്ഷാൽ ഏകനായ ഇലാഹാണ് എന്ന് അള്ളാഹു എന്നുള്ള പേര്. മനസ്സിലല്ലേ? എന്നിട്ട് വീണ്ടും പറഞ്ഞു ബിസ്മില്ലാഹി അർ റഹ്മാൻ റഹീം പറഞ്ഞു. റഹ്മാൻ ദുർ റഹ്മാൻ എന്നാണ്. റഹ്മാൻ കാരുണ്യമുള്ളവനാണ്. അത് ആമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുഴുവൻ ആളുകൾക്കുമുള്ള കാരുണ്യമാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും അംഗീകരിക്കുന്നവരും ഇല്ലാത്തൊരു വിശ്വാസിയാണ് അല്ലെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാ ആളുകൾക്കും എന്താണ് അതാണ് വസിയ അള്ളാഹു വസിയ റഹ്മത്തൻ വ ഇൽമൻ. അള്ളാഹു വസിയ കുല്ല ഷൈഇൻ റഹ്മത്തൻ വ ഇൽമൻ. അള്ളാഹു എല്ലാ വസ്തുക്കളിലും വ്യാപൃതനാണ്, വിശാലനാണ്. എങ്ങനെ? അറിവ് കൊണ്ടും കാരുണ്യം കൊണ്ടും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു അംശമില്ലാത്ത ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ അറിവില്ലാത്ത മറ്റൊന്നുമില്ല. അപ്പോൾ അത് എല്ലാത്തിലും അള്ളാഹുവിൻ്റെ കാരുണ്യം ഇങ്ങനെ ചൂഴ്ന്നു നിൽക്കുകയാണ്, അതിൽ മുഴുവനായി നിൽക്കുകയാണ്. ഇനി അടുത്തൊരു വിഷയം റഹീം. അത് റഹ്മത്തും ബിൽ മുഅ്മിനീന ഖാസ. അതാണ് എൻ്റെ അർത്ഥം. മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായ ഒരു കാരുണ്യം, അത് പരലോകത്താണ്. മുഴുവൻ ആളുകൾക്ക്, മുഴുവൻ സൃഷ്ടിജാലകൾക്കും അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട്. എന്നിട്ട് പ്രത്യേകമായിട്ട് മുഅ്മിനീങ്ങൾക്കും അള്ളാഹു ഒരു കാരുണ്യം, അതാണ് റഹീം എന്ന് നമ്മൾ പറയുന്നത്.
രണ്ടും അള്ളാഹുവിൻ്റെ രണ്ട് ഇസ്മുകളാണ്. ഏറ്റവും വലിയ മഹത്തരമായ വിശേഷണങ്ങൾ റഹ്മത്ത് എന്നുള്ള വിശേഷണമുള്ള രണ്ട് നാമങ്ങൾ കൂടെ ചേർത്ത് പറഞ്ഞാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഈ വിശേഷണങ്ങൾ വീണ്ടും ഉള്ളിലോട്ട് വീണ്ടും അള്ളാഹു ആവർത്തിക്കുന്നുമുണ്ട്. എന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് തുടങ്ങുന്നത്. ഈ അൽഹംദു എന്ന് പറയുന്ന വാക്ക് അത് അൽ മദ്ഹു മഅ ശുക്ർ എന്നാണ്. നന്ദിയോടുകൂടിയുള്ള ഒരു പോഴ്ത്തലാണ്, അല്ലാതെ വെറുതെ ഉള്ള ഒരു സ്തുതിയല്ല. നമ്മൾ സ്തുതിക്കുക എന്നുള്ള അർത്ഥം പോരാ. അതിന് അസ്സനാഉ ബി സിഫാത്തിഹി എന്നാണ് പറയുന്നത്. സനാ എന്നൊരു വാക്കുണ്ട്. അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ കൊണ്ട് പ്രശംസിക്കുക, പ്രകീർത്തിക്കുക. മനസ്സിലായില്ലേ? അതിൽ നന്ദിയോടുകൂടിയാണ്. ഒരു കടപ്പാടുണ്ട് നമുക്ക്. അല്ലാതെ വെറുതെ നമുക്ക് നല്ല വാക്ക് പറഞ്ഞ് നിങ്ങളെല്ലാം സ്തുതിക്കാം, പ്രശംസിക്കാം. ഇതങ്ങനെയല്ല. നന്ദി അള്ളാഹുവിനോടുള്ള ആ കടപ്പാടും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അവൻ്റെ നന്ദിയോടുകൂടിയുള്ള ഒരു പ്രശംസാവാക്കാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ കാരണം ആ നന്ദി എന്ന് പറയുന്നത് അള്ളാഹു ചെയ്ത ആന്തരികവും ബാഹ്യവുമായ ദീനിയായും ദുന്യവിയായും ഒക്കെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളുടെ ഒരു നന്ദിയായിട്ടാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു ദിക്ർ സ്വർഗത്തിലെ സസ്യങ്ങളാണെന്നാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ കിട്ടുന്ന അവിടെ ഇങ്ങനെ അൽഹംദുലില്ലാ വലിയ അർത്ഥവത്തായ ഒരു കാര്യമാണ്. നമുക്കത് അതിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പോയത്. അൽഹംദുലില്ലാ. ഇനി റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നതാണ് ഏറ്റവും കാതലായ ഭാഗം. റബ്ബുൽ ആലമീൻ എല്ലാം കാതൽ തന്നെയാണ്. മുറബ്ബീഹിം എന്നാണ് മുറബ്ബീഹിം മാലിക്കുഹും മുദബ്ബിർ ഉമൂരിയും. അവരുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന, അവരെ ഉടമപ്പെടുത്തിയിട്ടുള്ള, അധികാരമുള്ള, അവരെ സംരക്ഷിക്കുന്ന സൃഷ്ടാവായിട്ടുള്ള ആളാണ് റബ്ബുൽ ആലമീൻ. ആലമീൻ ഭയങ്കര അർത്ഥമാണ്. ആലമീൻ, ആലം എന്നല്ല പറഞ്ഞ ആലമു ലോകം, ആലമൂൻ, ആലമീൻ എന്നൊക്കെ ലോകങ്ങൾ. എത്രയാ ലോകങ്ങളുള്ളതെന്ന് അറിയാം. അല്ലാഹു പറഞ്ഞ ലോകങ്ങൾ എന്താണ്? ആലമുൽ ഇൻസ്, ആലമുൽ ജിന്ന്, ആലമുൽ മലായികത്ത്, ആലമുൽ ഹൈവാനാത്ത്, ആലമുൽ നബാത്ത്, ആലമുൽ മആനി, ആലമുൽ ഖയാൽ. പറഞ്ഞാൽ അന്തമില്ല, തീരുമില്ല. എത്ര ലോകമാണ്. മനുഷ്യരുടെ ലോകമുണ്ട്, ജിന്നുകളുടെ ലോകമുണ്ട്, നമുക്കറിയാത്തതാണ്. മലക്കുകളുടെ ലോകം നമുക്കറിയില്ല, അദൃശ്യമായ ലോകമാണ്. അതുപോലെ തന്നെയാണ് ജീവജാലങ്ങളുടെ ലോകം, അത് നമ്മുടെ പ്രകൃതി തന്നെയാണ്. സസ്യങ്ങൾക്കൊരു ലോകമുണ്ട്, അതേപോലെ ആശയങ്ങൾക്കൊരു ലോകമുണ്ട്. ആശയ പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാനേ കഴിയൂ. അതൊരു ലോകമാണ്, ഭാവനയുടെ ലോകം, ആലം. അങ്ങനെ മനുഷ്യൻ ഏതെല്ലാം ലോകങ്ങൾ ഉണ്ടോ, നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ ലോകങ്ങളുടെയും നാഥനാണ്, റബ്ബാണ്. അതിനെല്ലാം സൃഷ്ടിച്ച് അതിന് ആ ഘടന നൽകി പരിപാലിച്ച് അത് നിയന്ത്രിച്ചു. മുദബ്ബിർ എന്ന് പറയുമ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങ് സൃഷ്ടിച്ച് അങ്ങ് വിട്ടിരിക്കുകയല്ല, അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള ആ ലോകങ്ങളുടെ നേതാവിനാണ്. അപ്പോൾ ആ റബ്ബിന് അർത്ഥം പണ്ഡിതനെ പറഞ്ഞിട്ടത് റബ്ബ് എന്ന് പറഞ്ഞാൽ ഹൽക്ക്, തസ്വീയത്ത്, തദ്ബീർ, തക്ദീർ, ഹിദായത്ത്, ഇത്രയും ഗുണങ്ങൾ അതിലുണ്ടെന്നാണ്. റബ്ബ് സൃഷ്ടിച്ചു, ഉണ്ടാക്കി, എന്നിട്ട് തസ്വീയത്ത് അതിനെ സംവിധാനിച്ച് ശരിപ്പെടുത്തിയെടുത്തു, അതിനെ എങ്ങനെ വേണമെന്നുള്ളതൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ എടുത്തു. എന്നിട്ട് തദ്ബീർ നിയന്ത്രിച്ച് അത് എങ്ങനെ പോകണമെന്നുള്ള അതിൻ്റെ നിയന്ത്രണങ്ങൾ വരെ. നമ്മുടെ ആയുസ്സും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾ, കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ്, അല്ലാതെ നമ്മളെ നിയന്ത്രണത്തിലില്ല. നമ്മളെ ശ്വാസം പോലും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. നമ്മളാണ് ശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായി? നിയന്ത്രണത്തിലാണ്. അതുപോലെ പിന്നെ അതുപോലെ പറഞ്ഞത് തഖ്ദീർ, നിർണയം, നമ്മുടെ വിധി, നമ്മുടെ കാര്യങ്ങൾ നിർണയിച്ചിരിക്കുന്ന അള്ളാഹുവാണ്, അല്ലാതെ നമുക്കൊന്നും അതിനെ മാറ്റിമറിക്കാൻ പറ്റില്ല. ഖദർ, തഖ്ദീർ, ഹിദായത്ത് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് അതിലെ ദ്വാ ഹിദായത്തിൻ്റെ. ഹിദായത്ത് എന്നാണ് മാർഗദർശനം, എങ്ങോട്ട് പോകണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളും എല്ലാം അള്ളാഹുവാണ്. അതാണ് റബ്ബ്, യഥാർത്ഥമായ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞു. ഇതെല്ലാം ഈ ഗുണങ്ങളുള്ളവൻ ആരാധനയ്ക്ക് അർഹനാണ് എന്നും കൂടി അതിനർത്ഥം തുരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് വീണ്ടും റഹ്മാൻ റഹീം ബിസ്മിയിൽ തന്നെ വന്നതാണ്. പിന്നെ ഒന്നുകൂടെ ആവർത്തിച്ചു മാലിക് യൗമിദ്ദീൻ. മാലിക് യൗമിദ്ദീൻ അതാണ് ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അവിടെ ഒറ്റ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കും ആഖിറത്തിനെ സംബന്ധിക്കുന്ന ബോധം. ഇത് പറയുന്ന ഒരാൾ ആഖിറത്തെ സംബന്ധിച്ച് ഓർമ്മിക്കും. മാലിക് യൗമിദ്ദീൻ, യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ യൗമുൽ ഖിയാമ, യൗമുൽ ജസാ, പ്രതിഫല ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം. മാലിക് ഉടമസ്ഥൻ. ഒരു മറ്റൊരു ഖിറാഅത്തോടുണ്ട് മലിക്കി എന്നും ഓതാം. ഖിറാഅത്ത് വ്യത്യാസങ്ങളുണ്ട്. 6, 7, 10 വരെയുള്ള ഖിറാഅത്തിനെ സംബന്ധിച്ച് മുസ്ലിം ലോകത്ത് നമ്മൾ തജ്വീദ് ഖുർആൻ പഠിക്കുമ്പോൾ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ഹഫ്സിൻ്റെ ആസിമിനുള്ള ഖിറാഅത്തനുസരിച്ചാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. അല്ലാത്ത വിവിധ രാജ്യങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഖിറാഅത്തിലുണ്ട്. അതുകൊണ്ട് മാലിക് എന്ന് നീട്ടിയും പറയാം, മലിക് യൗമിദ്ദീൻ എന്നും പറയാം. രണ്ടായാലും കുഴപ്പമില്ല. മാലിക് ആവുമ്പോൾ ഉടമസ്ഥൻ, മലിക് ആവുമ്പോൾ രാജാവ്, രണ്ടും ഒന്ന് തന്നെയാണ്. ആ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനാണ്, അധികാരിയാണ്, രാജാവാണ് എന്നല്ല, ഏതായാലും ശരിയാണ്. മാലിക് യൗമിദ്ദീൻ. അപ്പോൾ യൗമുദ്ദീൻ അതാണ്
യൗമുൽ ജസാ, അത് പ്രതിഫല നടപടിയുടെ ദിവസമെന്നാണ് ഈ അദ്ദീൻ എന്ന് നമ്മൾ ദീൻ എന്ന് സാധാരണ മതമെന്ന് നമ്മൾ സാധാരണ അർത്ഥമാക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ ഫാത്തിഹയുടെ അർത്ഥം സംബന്ധിച്ച് പറയുമ്പോൾ ഒരുമാതിരിപ്പെട്ടവർക്ക് ദീൻ അറിയാം, അപ്പോൾ ദീനിൻ്റെ ഉടമ എന്നല്ല, അത് ജസാ യൗമുൽ ഖിയാമ ഇവിടെ ദീൻ. ഇനി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അതാണ് അതിന് ഇയ്യാക നഅ്ബുദു, ഇയ്യാക നിന്നെ മാത്രം, നിന്നെ തന്നെ എന്നാണ് അർത്ഥം. അതിലിവിടെ തർക്കമുള്ളതാണ്, പരിഭാഷപ്പെടുത്തിയ ആളുകൾ അങ്ങനെയൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞു എന്നിവിടെ പറഞ്ഞു. കാരണം അവർക്ക് ശിർക്കിനെ ന്യായീകരിക്കണം, തന്നെയെന്നില്ല മറ്റുള്ളവരെ ആരാധിക്കാം എന്ന അർത്ഥം ഉണ്ടെന്ന് പറയുന്ന ആൾ, ഇത്രയും ബുദ്ധിശൂന്യമായ ആളുകൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ജീവിക്കുകയാണ്. ഇയ്യാക്കയ്ക്ക് തന്നെ മാത്രം എന്ന അർത്ഥമില്ല. അതാണെങ്കിൽ അവർ പറയുന്ന കണക്കാണെങ്കിൽ നഅ്ബുദുക എന്ന് മതി. അറബി ഭാഷയിൽ അങ്ങനെയാണ്, നഅ്ബുദുക നിന്നെ ആരാധിക്കുന്നു, വനസ്തഈനുക നിന്നോട് സഹായം തേടുന്നു. ഇയ്യാക്ക എന്ന് പറഞ്ഞപ്പോൾ നിന്നെ തന്നെ, നിന്നെയാണ് നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നത്. അപ്പോൾ ഇയ്യാക്ക നിന്നെ ഇയ്യാക്ക നസ്തഈൻ നിന്നോട് തന്നെയാണ് ഞങ്ങൾ സഹായം തേടുന്നതും ഇസ്തിആനത്ത്. അപ്പോൾ അത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് അതിൻ്റെ അർത്ഥം നമ്മൾ അർത്ഥം പറഞ്ഞോളൂ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടി വിനയപ്പെടുന്നത്, താഴ്മ കാണിക്കുന്നത്. അതാണ് അള്ളാഹുവിന് ഒരു ആരാധനയാണ്. നമ്മൾ നമസ്കാരത്തിൽ ചെല്ലുമ്പോൾ നിന്നോട് മാത്രമാണ് ലക നഖ്ലഉ വ നസില്ലു, നമ്മൾ വളരെ വിനയപ്പെട്ട് താഴ്മപ്പെട്ട് നിന്റെ മുമ്പിൽ ആണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ആരാധന എന്നുകൊണ്ട് പ്രാർത്ഥന ആരാധനയാണെങ്കിലും ആരാധനയുടെ ആ ഭാവം, അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള ആ വിധേയത്വം, അവിടെ താഴ്മ കാണിക്കലാണ്. മനസ്സിലായില്ലേ എന്നാണ് പണ്ഡിതന്മാർ അതിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ആ അർത്ഥത്തിൽ ഇയ്യാക്കയുടെ അർത്ഥം ആദ്യം പറഞ്ഞതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ട്. അതിനെയാണ് കേന്ദ്രീകരിച്ചാണ് പറയേണ്ടത്. നിന്നെ തന്നെ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്നിട്ടാണ് ഇതെല്ലാം പറഞ്ഞിട്ടാണ്. അപ്പം ഇങ്ങനെ ആരാധിക്കുവാനും സഹായം ചെയ്യുവാനുമുള്ള യോഗ്യതകളാണ് മുമ്പിൽ പറഞ്ഞതെങ്കിൽ എന്താണ് തേടേണ്ടത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. എന്താണ് സിറാത്തുൽ മുസ്തഖീം? അതാണ് സിറാത്തുൽ മുസ്തഖീം. എന്താണ്? ചൊവ്വായ പാത എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താണ് അതിന്? ഇസ്ലാം, ഇസ്ലാമാണ്. ഇസ്ലാമാക്കണമെന്നാണ്. ഇനി ഇസ്ലാമായി കാണിച്ചതിന് അത് ഇഹ്ദിന എന്ന് പറഞ്ഞാൽ വഫഖിന എന്നാണ് അതിനർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഇഹ്ദിന എന്ന് വഴി കാണിച്ച, നന്മാർഗം കാണിച്ചതെന്ന് പറഞ്ഞാൽ തൗഫീക്ക് നൽകണേ എന്നാണ്. അല്ലാഹു തൗഫീക്ക് നൽകണേ. അലാ സിബാൻ വഫഖിന ലിസിബാത്തി അലാ തരീഖിൽ വാളിഹ് എന്നാണ്. ശരിയായ മാർഗത്തിൽ, വ്യക്തമായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാൻ നീ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? തൗഫീക്ക് നൽകണമെന്നാണ്. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന ആൾ ഹിദായത്തിലാണല്ലോ, മുസ്ലിങ്ങളാണ്, ഇസ്ലാമുണ്ട്. എങ്കിലും നമ്മൾ വീണ്ടും പറയുന്നതിൻ്റെ അർത്ഥം ഈ ശരിയായ മാർഗത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ. ലാ അഅ്വജ ഫീഹി, മുസ്തഖീം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പറഞ്ഞാൽ അതിന് വളവും തിരിവും വക്രതയും ഒന്നുമില്ല, നേരെ ചൊവ്വയുള്ള വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ദീനിൽ, അതാണ് ദീനുൽ ഇസ്ലാം എന്നാണ് പറഞ്ഞത്. സൂറത്ത് ആൽ ഇംറാനിൽ അള്ളാഹു സിറാത്തുൽ മുസ്തഖീം കിട്ടുന്ന, ആ മുസ്തഖീം കിട്ടുന്ന കാര്യം പറഞ്ഞ് വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൽ മുസ്തഖീം. സൂറത്ത് അൻആമിൽ പറഞ്ഞ് 101 സൂറത്ത് ആൽ ഇംറാനിൽ വമൻ യഅ്തസിം ബില്ലാഹ്, ആരാണോ അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നത്, എന്നാൽ ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൽ മുസ്തഖീം, അവൻ നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കപ്പെട്ടവനാണ്. അൻആമിൽ 101 സൂറത്ത് 101 വമൻ യഅ്തസിം ബില്ലാഹ്, ഇത്തിസാം എന്ന് പറഞ്ഞാൽ മുറുകെ പിടിക്കുകയാണ്. അള്ളാഹുവിനെ അവലംബിച്ച ഒരുത്തന് അള്ളാഹു നേർമാർഗം കാണിക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ തൗഹീദും ഈമാനും ഒക്കെ ആവർത്തിച്ച് പറയുന്നത്. അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസവും ചെയ്തു കഴിഞ്ഞാൽ ഇനി പിന്നുള്ളതാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ആ സിറാത്തിനെ വിശദീകരിക്കുന്നു. അൻഅംത അലൈഹിം എന്താണ്? അൻഅംത അലൈഹിം എന്താണ്? ആരാണ് അത്? നിങ്ങൾ അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾ. അത് സൂറത്ത് നിസായിലെ 60 നമ്മളിനി വായിക്കാനിരിക്കുന്ന ആയത്തിലുണ്ട്. ആരാണ് അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വമൻ യുതിഇല്ലാഹ വറസൂലഹു വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ എന്നാണ് സൂറത്ത് നിസായിലെ 69 വിശദീകരണമുണ്ട്. എന്താണ്? വമൻ യുതിഇല്ലാഹ വറസൂൽ, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ആരനുസരിക്കുന്നു ഫൗലൈക മഅല്ലദീന അൻഅമഹുമുല്ലാഹു മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം. ഞാൻ ഈ ഭാഷ അറിയാവുന്ന ചിലപ്പോഴൊക്കെ
ധമീർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കളയും. ഖുർആൻ തെറ്റിപ്പോവും. മനസ്സിലായില്ലേ? നമ്മളൊരു ഒരു വീക്ക്നെസ് ആണ്. ധമീർ അവിടെ ഇവിടെയൊക്കെ ചേർത്ത് നമ്മളങ്ങ് പറഞ്ഞ് കാര്യം ഒത്താ മതി. അല്ലെങ്കിൽ ഖുർആനിൽ അങ്ങനെ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അൻഅമഹും എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ നമ്മളെ ബുദ്ധി അത് പറ്റില്ല. ഖുർആൻ അങ്ങനെ നമ്മളെ തിരിയുക. മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു ആരുടെ മേലാണോ അള്ളാഹുവിന്റെ നിഅമത്ത് ചൊരിഞ്ഞിട്ടുള്ളത് അവരോടൊപ്പമാണ്. അവരാരാണ്? മിനൻ നബിയീൻ, ഒന്നാമത് പ്രവാചകന്മാർ, വസ്സിദ്ദീഖീൻ, സത്യസന്ധന്മാർ. അതാരാണ്? ശരിയായ വിശ്വാസികളാണ്, സത്യത മുനാഫിക്കീങ്ങളല്ലാത്ത ആത്മാർത്ഥതയുള്ള മുഖ്ലിസീങ്ങളായ മുഅ്മിനീങ്ങളാണ് സിദ്ദീഖീങ്ങൾ എന്ന്, സത്യസന്ധന്മാർ. വശുഹദാ, ഷഹീദ്, ശുഹദാ, രക്തസാക്ഷികൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ അർപ്പിക്കുവാൻ തയ്യാറായ ആളുകളാണ്. അവർക്ക് വസ്വാലിഹീൻ, സൽക്രമങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾ, നല്ലവരായ ആളുകൾ. ഹസന ഉലൈക റഫീഖ, അള്ളാഹു എന്നിട്ട് അതിനെപ്പറ്റി പൂഴ്ത്തി പറയാൻ, ഹസന ഉലൈക റഫീഖ, അവരുടെ ആ സൗഹൃദം എത്ര നന്നായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവരുമായിട്ട് ചേരുക, അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ നമ്മൾ ആകുക എന്നാൽ എന്തൊരു നമുക്ക് കിട്ടുന്ന സുഹൃത്തുക്കൾ. നബിമാരുണ്ട്, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, അവരോടൊപ്പമുള്ള ആ കൂട്ടുകെട്ട്, ആ സൗഹൃദം അല്ലെങ്കിൽ ആ ബന്ധം അത് എത്ര നന്നായിരിക്കുന്നു എന്നാണ് അള്ളാഹു അതിനെ അത് വർണ്ണിച്ച് പറഞ്ഞത്. ഹസുന, ഏറ്റവും നന്നായിരിക്കുന്നു സൂറത്തുൻ നിസായിൽ പറഞ്ഞതാണ്. ഇനി അടുത്തത് ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ഒന്നുകൂടെ തിരുത്തുകയും കൂടെ ചെയ്തു. ആരുടെ മാർഗമാണ് എന്ന് മാത്രമല്ല, ഈ ആരുടെ മാർഗമല്ല എന്ന് കൂടി പറഞ്ഞു. എങ്കിലേ മനസ്സിലാവും. നമുക്ക് മറ്റേതാകുമ്പോൾ അങ്ങ് പോലെ ഗൈരിൽ മഗ്ദൂബ്, മഗ്ദൂബി അലൈഹിം നമുക്കെല്ലാം അറിയാതാണ് യഹൂദാണ്. മഗ്ദൂബി അലൈഹിം എന്താണ്? യഹൂദന്മാരെയാണ്, ജൂതന്മാരെയാണ് മഗ്ദൂബ് എന്നുണ്ട്. കോപം, അള്ളാഹുവിന്റെ കോപം ഉണ്ടായാൽ എന്തുകൊണ്ട് കോപമുണ്ടായി എന്നുള്ള നമ്മൾ പഠിക്കണം. എന്താണ് കാര്യം? മഅഹും ഇൽമുൻ ലം യഅമൽ ബിഹി എന്നാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. അവരുടെ അടുത്ത് അറിവുണ്ട്, മതത്തെ സംബന്ധിച്ച് A to Z നല്ലതുപോലെ അവർക്കറിയാം, പക്ഷെ അമലില്ല. അത് നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ കോപം ഉണ്ടാവും. നമ്മളിപ്പോൾ നമുക്ക് ഉത്തരവാദിത്തം കൂടി, എനിക്കും നിങ്ങൾക്കൊക്കെ ഉത്തരവാദിത്തം കൂടിയാണ്. ഇതൊക്കെ കൂടെയൊക്കെ പഠിക്കാതിരുന്നെങ്കിൽ ഉള്ള അറിവ് വെച്ചൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പ് അങ്ങ് പറഞ്ഞിരിക്കാൻ. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളിലൂടെയൊക്കെ പഠിച്ചപ്പോൾ അള്ളാഹ് ചോദിക്കവിടെ, നീ അതൊക്കെ പഠിച്ച് ഖുർആൻ ക്ലാസ്സിലൊക്കെ പോയി പഠിച്ച്, ഖുർആൻ ക്ലാസ്സിൽ പോകാൻ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോയി പറഞ്ഞ് ക്ലാസ് എടുത്ത നീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെക്കാൾ ഒരു മുമ്പ് എന്നെ പഠിച്ചെടുത്ത് ആദ്യം. മനസ്സിലായില്ലേ? അപ്പോൾ അറിവുണ്ടായിരുന്നിട്ട് പ്രവർത്തിക്കാത്ത ആളുകളാണ് അള്ളാഹുവിൻ്റെ കോപത്തിനെതിരെ ആളുകൾ. മഗ്ദൂബി ജൂതന്മാരാണ്. അതുകൊണ്ട് തന്നെ അവർ വലിയ ധിക്കാരികളാണ്. അറിവുള്ളതും നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്വന്തം ആളുകളാണ്. വേറെ നിങ്ങളെന്ന് അത്ര അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് കാരണം ദീനിനെ പറ്റിയൊക്കെ നല്ല ബോധമുള്ള ആളുകളാണ്. തൗറാത്തിൻ്റെ ആളുകളാണ്, മൂസാര ആളാണെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യം പറഞ്ഞല്ലാതെ കാര്യത്തിലൊന്നുമില്ല. അവർക്ക് അള്ളാഹുവിൻ്റെ കോപം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ഈ നിഫാക്ക് നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ഉള്ളതാണ്. നിഫാക്ക് അതിൻ്റെ ഒരു അംശമാണ്. കാപട്യം എന്ന് പറഞ്ഞാൽ വിശ്വാസിയാണ് എന്ന് പുറമേ പറയുകയും അത് ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്താൽ കാപട്യമാണ്, ചെയ്യാതിരിക്കുക. മുസ്ലിം ആണെന്ന് വെച്ചാൽ നിസ്കരിക്കാതിരുന്ന അവൻ കപടനാണ്, കള്ളനാണ്. മനസ്സിലായില്ലേ? എന്തായാലും നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള പ്രധാന കടമ്പകളൊക്കെ നമ്മൾ കടന്നു നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? സൂക്ഷ്മ അർത്ഥത്തിലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ. അത് അള്ളാഹു ചെയ്യാത്ത, നമ്മൾ അടുത്ത് വായിക്കാനുള്ള ആയതായിരുന്നു, അള്ളാഹു പാപങ്ങൾ പുറത്തു തരാമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, അത്യാവശ്യം നന്മകളും ഒക്കെ ചെയ്യുന്നുണ്ട്. ചെറിയ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരാമെന്ന് പറഞ്ഞു. അതാണ് ഗഫൂറുൻ റഹീമുൻ, നല്ല പ്രതീക്ഷയുള്ള വാക്കുകളാണ്. അള്ളാഹു ഗഫൂറാണ്, ഗാഫിറൊന്നും അല്ല പറഞ്ഞത്, ഗഫൂർ അങ്ങേയറ്റം പുറത്തു വരുമെന്നാണ്, കാരുണ്യവാനാണ്. എന്തായാലും മഗ്ദൂബി എന്തായാലും സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ കോപം ഇരയാകുന്ന കാര്യമാണ്. കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുക. വലദ്ദാലീൻ, അന്നസാറ, ക്രിസ്ത്യാനികളാണ് അന്നസാറ. നിസാറ എന്ന് അവരുടെ കുഴപ്പമെന്താണ്? അബ്ദുല്ലാഹ അലാ ജഹലി, അവർ അറിവില്ലായ്മ കൊണ്ടാണ് അള്ളാഹുവിനെ ആരാധിച്ചത്. എന്താണ്? അവർക്ക് ശരിയായ അറിവില്ലായിരുന്നു. മനസ്സിലായില്ലേ? അവർ അള്ളാഹുവിൻ്റെ ഒരു സന്താനമായിട്ടൊക്കെ കണ്ട് അത് മതി, നമ്മളെ ആളുകൾ ഔലിയാക്കളെയും സാരി അമ്പിയാക്കളെയൊക്കെ കണക്കാക്കുന്നത് പോലെ അവരടുത്ത ആളുകളല്ലേ. അള്ളാഹു വളരെ അത്ഭുതകരമായ രീതിയിൽ സൃഷ്ടിച്ചതല്ലേ. പിന്നെ അത് അള്ളാഹുവിലേക്കുള്ള വഴി തന്നെ അറിവില്ലായ്മ കൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ച ആളുകളാണ്. അള്ളാഹുവിനെ തള്ളിക്കളഞ്ഞില്ല, ത്രിയേകത്വമാക്കി, മൂന്നിനെയും കൂടെ കൂട്ടിക്കെട്ടി ഒന്നാക്കി. തിയറിയുണ്ട്, ഒരു തത്വമുണ്ട്, എല്ലാം ഒന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയെങ്കിലുമൊക്കെ അത് ജഹിലാണ്. അറിവില്ലായ്മയിലൂടെ അള്ളാഹുവിനെ അവരാണ് പിഴച്ചു പോയവർ, അങ്ങനെയാണ് തെറ്റിപ്പോയത്. അവരും ദീനിൻ്റെ മാർഗത്തിലാണ്. അത് അള്ളാഹു ഇത് രണ്ടും പറയാൻ കാരണം ദീനില്ലാത്ത ആളുകളെ കാര്യമല്ല പറഞ്ഞത്, ദീനുള്ള രണ്ട് വിഭാഗം ആളുകളെയാണ് അള്ളാഹു. അപ്പോൾ എല്ലാ വിശ്വാസികളും ഓർമ്മിക്കണം, നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും പാതയിൽ പോകുന്നതോടൊപ്പം തന്നെ ഇവരുടെ പാതയിലായി പോകരുത്. ശരി, പിഴച്ചുപോലും കോപത്തിനിരയായ ആളുകളുടെയും മാർഗത്തിൽ ആകരുതേ എന്ന് പറഞ്ഞു. എന്നിട്ട് ആമീൻ എന്ന് പറയുന്നത് ഖുർആനിലുള്ളതല്ല.
മജൂസ് കാരണം അല്ല അവര് ശിർക്ക് കാഫർ വേറെ തന്നെയാണ്. ഇത് കുറച്ചെങ്കിലും ദീനുള്ള അഹ്ലുൽ കിതാബായ ആളുകളെന്ന് പറയുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികൾ, അവരെയാണ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പിഴച്ചു പോയവർ, കാരണം അവർ ദീനിൻ്റെ മാർഗത്തിലല്ല, അവർ ശിർക്കിലൂടെ കുഫറിലായ ആളുകളാണ്. അഗ്നി ആരാധകരായി അതുപോലെ വിഗ്രഹാരാധകരൊക്കെ ആയിപ്പോയി. ശിർക്കും കുഫറും ചെയ്ത ആളുകൾ പുറത്ത് തന്നെയാണ്, ദീനില്ലാത്ത ആളുകൾ തന്നെയാണ്, ദീനിയായ ബോധമില്ല. അവർ വേറെ ഏതോ ദീനാണ് എന്ന് പറഞ്ഞ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനെയും. ഈ ആമീൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അതിൻ്റെ ആമീൻ പറയുന്നതിലും ശരിയായ ആമീൻ ഖുർആനിലുള്ളതല്ല, മനസ്സിലായില്ലേ? ഇതാ കാലൽ ഇമാമു ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ഫഖാല ആമീൻ. ഇമാമ് ഈ ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ പറഞ്ഞതിന് ശേഷം ആമീൻ എന്ന് പറഞ്ഞാൽ ഫതവാഫഖ ആമീൻ അഹ്ലുൽ അർളി ആമീൻ അഹ്ലുസ് സമാ. അങ്ങനെ ആമീൻ ഇമാമ് പറഞ്ഞതിന് ശേഷം കൂടെ പറയാം. ചിലർ വലദ്ദാലീൻ കേൾക്കുമ്പോൾ ബാക്കിൽ ആമീൻ ഭയങ്കര പിടിയാണ്, മനസ്സിലായി? അത് കുറച്ച് നീട്ടിയിട്ട് മീനാണ് കൂടുതൽ നീളേണ്ടത്. ഇത് രണ്ടും ഭയങ്കര നീളമാണ്. ചില സ്ഥലത്ത് ഭയങ്കര ആവേശത്തിലുള്ള ആമീൻ. ഇമാമ് വലദ്ദാലീൻ പറയുന്നതിന് മുമ്പ് പറഞ്ഞു തീർന്നതിന് മുമ്പ് ആമീൻ പറയാം. ഇമാമിനോടൊപ്പമാണ് പറയേണ്ടത്. ഇമാം പറയുകയും ആ ഇമാമിൻ്റെ ആമീന് ഉപരിലോകത്തുള്ള മലക്കുകൾ അതിനോട് ആ ആമീൻ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഹദീസിൽ കാണാം, ഗഫറല്ലാഹു ലിൽ അബ്ദി മാ തഖദ്ദമ മിൻ ദൻബിഹി, അല്ലാഹു അവൻ്റെ മുൻ കഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തു കൊടുക്കും. അതുകൊണ്ട് അവിടെ അങ്ങനെ ആമീൻ പറഞ്ഞാൽ, ആമീൻ പറയുന്നത് ഏതിനാണ്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിനാണ്. ആമീൻ്റെ അർത്ഥം എന്താണ്? ഇസ്തജിബ്, നീ ഉത്തരം നൽകണമേ എന്നാണ്. ആമീൻ എന്ന് പറയുന്ന വാക്ക് ക്രിസ്ത്യാനികൾക്കും ഉണ്ട്, മനസ്സിലായി? പള്ളികളിലൊക്കെ ഇന്നലെയൊക്കെ ഇന്ന് ആമീൻ ആമീൻ രാത്രി കേൾക്കുമ്പോൾ ഓരോ കർമ്മങ്ങൾ നടത്തും ആമീൻ, അവരും ആമീൻ പറയുന്നുണ്ട്. ഭയങ്കര ആമീൻ പറച്ചിലാണ്, മനസ്സിലായി? ആമീൻ അത് സിറിയക്ക് ഭാഷയിൽ ചെറിയൊരു ചരിവുണ്ടെന്നേ ഉള്ളൂ. ആമീൻ മനസ്സിലല്ലേ? ആമീൻ എന്ന് പറഞ്ഞത് സിറിയക്ക് അറബിക്ക് ഇതൊക്കെ ഒരു ഭാഷാഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ്, സെമിറ്റിക് ഭാഷകളിൽപ്പെട്ടതാണ്. അപ്പോൾ ആ വാക്കുകളൊക്കെ അതുപോലെ ഇരിക്കും. അപ്പോൾ ആമീൻ ആമീൻ എന്ന് പറഞ്ഞാൽ ഇസ്തജിബ്, നീ ഉത്തരം നൽകണമേ, അല്ലാഹുവേ ഉത്തരം നൽകണമേ. ഒരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചത് നമ്മൾ അതിനവസാനം പറയുന്നതാണ്. അപ്പോൾ അത് ഖുർആൻ അല്ലാത്തതുകൊണ്ടാണ് മുസഹഫിൽ എഴുതാത്തത്. മുസഹഫിൽ ആമീനുണ്ടാ? ബിസ്മി ആമീൻ മുസഹഫിലുണ്ട്. അഊദ് മുസഹഫിലുണ്ടാ? ഇല്ല, ഖുർആൻ ഇല്ലാത്തതുകൊണ്ടാണ്. ബിസ്മി ഖുർആൻ ആയതുകൊണ്ട് അതിലുണ്ട്, പക്ഷെ ആമീൻ എഴുതിയിട്ടില്ല. ആമീൻ അത് പാരായണം ചെയ്യുന്ന ആൾ ആമീൻ പറഞ്ഞുകൊള്ളണം, മനസ്സിലായി? ആമീൻ എന്നുള്ളത് പാരായണം ചെയ്യുന്ന ആൾ പറയേണ്ടതാണ് ഉത്തരം നൽകി. പ്രത്യേകിച്ച് ജമാഅത്ത് നമസ്കാരത്തിൽ ഇമാമിനോടൊപ്പം ചേർന്ന് നമസ്കരിക്കുന്ന ആൾ വലദ്ദാലീൻ ആമീൻ എന്ന് ഇമാം പറയുമ്പോൾ അതിനോട് ചേർന്ന് നമ്മളും പറയുക. ഉപരിലോകത്ത് മലക്കളുടെ ആമീനും കൂടി യോജിച്ച് വന്നു കഴിഞ്ഞാൽ പാപം പുറത്തു വരുമെന്നാണ് ഹദീസിൽ വന്നത്. ഒരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ്. ആമീൻ പറയാത്തവൻ്റെ ഉദാഹരണം, വലദ്ദാലീൻ ആമീൻ ഇമാം പറഞ്ഞു നമ്മൾ പറയുന്നില്ല എങ്കിൽ അത് അമ്പ് എഴുതിയിട്ട് അമ്പ് പുറത്തു പോകാത്തതിനെ പോലെയാണെന്ന്. വലിയ ദ്വാരൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്, പക്ഷേ അമ്പ് നമ്മൾ എഴുതാനൊക്കെ അമ്പ് പോണ്ടേ, നമ്മൾ ഈ ബില്ലിൽ നിന്ന് അമ്പ് പോയല്ലേ അവിടെ ചെന്ന് കൊള്ളൂ. അതുപോലെയാണ് എന്നാണ് നബിയുടെ ഒരു ഹദീസിൻ്റെ ആശയമാണ് ഞാൻ പറഞ്ഞത്. ആമീൻ പറയാത്തവൻ ബില്ലിൽ നിന്ന് അമ്പ് വിട്ടിട്ട് പോയില്ല, ബില്ല് അതിൽ തന്നെ ഉടക്കിയിരുന്നു, വിടാറിഞ്ഞൂടാ, വിട്ടില്ല, അത് പോയല്ലേ അത് കൊള്ളേൻ്റെ അടുത്ത് കൊള്ളൂ. ആമീൻ പറയുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അള്ളാഹുവിൻ്റെ ഒരിക്കൽ നമ്മൾ ചോദിക്കുന്നത് ആമീൻ. പക്ഷേ ഇടയ്ക്ക് ചില ഇമാമിയങ്ങൾ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ട്. മയ്യിത്ത് നിസ്കാരത്തിനൊക്കെ പറയുമ്പോൾ വലദ്ദാലീൻ എന്ന് പറഞ്ഞതിന് ശേഷം റബ്ബി ഗ്ഫിർലി ആമീൻ എന്ന് പറയണമെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാനൊരു ഇമാമിനോട് നേരത്തെ പള്ളിയിൽ കത്തും എഴുതി കൊടുത്തു. അപ്പോൾ അവിടെ റബ്ബി ഗ്ഫിർലി ഇല്ല, അവിടെ ആമീൻ പറഞ്ഞാൽ മഗ്ഫിറത്ത് കിട്ടും, അത് ഹദീസ് പറഞ്ഞതാണ്. നമ്മൾ അവിടെ റബ്ബി ഗ്ഫിർലി പറയേണ്ട, നമ്മൾ പറയേണ്ട ആമീൻ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന ദുആയിക്കാണ്, അല്ലാഹുവേ നേരായ മാർഗ്ഗത്തിലാക്കണമേ എന്ന ദുആയിക്കാണ് നമ്മൾ ഉത്തരം പറയുന്നത്. അങ്ങനെ ഉത്തരം ചോദിച്ച ആളിന് പാപമോചനവും കിട്ടും, ബോണസ്, മനസ്സിലായി? ഹിദായത്തിനും കിട്ടും, നമുക്ക് പാപമോചനവും കിട്ടുമെന്ന് നബി പഠിപ്പിച്ചതാണ്. അപ്പം അതുകൊണ്ട് ചിലർ റബ്ബി ഗ്ഫിർലിയോട് ചേർക്കാം. ചിലർ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം കൈ തക്ബീറത്തിൽ ഇറാനും മുമ്പും റബ്ബി ഗ്ഫിർലി അല്ലാഹു ഗ്ഫിർലി അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറഞ്ഞൊക്കെ നിൽക്കലാണ്. ഭയങ്കര ഒരു ഭക്തി തയ്യാറാക്കുമെന്നാണ്, മനസ്സിലായില്ലേ? അങ്ങനെയൊന്നുമില്ല, മനസ്സിലായില്ലേ? ഒരുപക്ഷെ ഒരാളിന് അങ്ങനെ തോന്നി വന്നുപോയ പ്രശ്നമില്ല, അതൊരു സ്ഥിരം ചിന്ത അങ്ങനെ വേണമെന്നാണ് ചെയ്യുന്നത്. അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറഞ്ഞു വരേണ്ട ഒരുക്കം കാണണം, മനസ്സിലായില്ലേ? ആ ഇഖാമത്തിന് ശേഷം ദുആ ഇല്ല. ഇഖാമത്ത് സലാത്ത് പറഞ്ഞാൽ തക്ബീറത്തിൽ ഇഹ്റാമാണ് പിന്നെ വേണ്ടത്, മനസ്സിലായില്ലേ? അത് നിയ്യത്ത് പറഞ്ഞുള്ള ഒരു വസ്വാസാണ്. ആളുകൾക്ക് നിൽക്കുമ്പോഴത്തേക്ക് എന്തായാലും നിസ്കരിക്കാൻ പോയല്ലേ, വളരെ ഒരു ഒരുക്കമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ഒരാളിന് സ്വാഭാവികമായി വല്ലപ്പോഴൊക്കെ അങ്ങനെ വന്നു പോയാൽ തെറ്റല്ലത്, അത് അയാളുടെ മനസ്സിൽ തോന്നിയാണ്. അല്ലാതെ അതങ്ങനെ വേണമെന്ന് ധരിച്ചാൽ അത് തെറ്റാവും എന്നാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസ്, ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ള സഹാബിയാണ് അബൂ ഹുറൈറ. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ മൻ സല്ല സലാത്തൻ ലം യഖറഉ ഫീഹാ ബി ഉമ്മുൽ ഖുർആൻ, നേരത്തെ പറഞ്ഞാൽ
ഒരാൾ നമസ്കരിച്ചു, അവൻ ഉമ്മുൽ ഖുർആൻ ആ നമസ്കാരത്തിൽ ഓതിയില്ല. ഉമ്മുൽ ഖുർആൻ ഫഹിയ ഹിദാജുൻ, നേരത്തെ പറഞ്ഞ ഖൈറുത്താമാണ്. ഫാത്തിഹ ഒരാൾ ഓതാതെ നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ്റെ നമസ്കാരം അപൂർണമാണ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫാത്തിഹ ഓതണം. ശരി, പതുക്കെ ഓതുന്ന നമസ്കാരത്തിൽ എല്ലാവരും ഓതുന്നുണ്ട്. ഉറക്കെ ഓതുന്ന മഗ്രിബ്, ഇശ, സുബഹി നമസ്കാരങ്ങളിലോ ജുമ്മയിലോ ആണെങ്കിൽ ഇമാമിന് ശേഷം, ഇമാമ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ചെല്ലാം. ആ വലല്ലാലീൻ പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് അവിടെ എത്തുകയും ചെയ്യുക. മുൻകടക്കാത്ത എത്തുക, ആമീൻ പറയുക, ഇമാമിനോട് ചേർന്ന് ആമീൻ പറയുക. അങ്ങനെയാണ്, ഇമാമിന് മുമ്പ് കടക്കാത്ത രീതിയിൽ ആമീൻ പറയുകയും വേണം. അതാണ് വേണ്ടത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹിദാജാണ്, ഗൈറ് താമാണ് എന്ന് പറഞ്ഞത് 3 പ്രാവശ്യം ആവർത്തിച്ചു എന്നാണ് റിപ്പോർട്ട്. ഒന്നല്ല, അത്രയും ഗൗരവമാണ്. നമസ്കാരത്തിൽ ഉമ്മുൽ ഖുർആൻ പാരായണം ചെയ്യാത്തവൻ്റെ നമസ്കാരം അപൂർണമാണ്, അപൂർണമാണ്, അപൂർണമാണ് എന്ന് 3 പ്രാവശ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഖീല, അത് പറഞ്ഞപ്പോൾ കീല അബീ ഹുറൈറ, അബൂ ഹുറൈറയോട് ചോദിക്കപ്പെട്ടു, ഇന്നാ നകൂനു വറാഅൽ ഇമാം, നമ്മൾ ഇമാമിൻ്റെ പിറകെയാണല്ലോ, ഇമാമിൻ്റെ കൂടെ തുറന്ന് നിസ്കരിക്കുകയാണല്ലോ. ഫഖാല ഇഖ്റഉ ബിഹാ ഫീ നഫ്സിക. അപ്പോൾ അബൂ ഹുറൈറ വിശദീകരിച്ചു, നമ്മൾ ഇമാമിൻ്റെ പിറകെ നമസ്കരിക്കുമ്പോൾ നമുക്ക് ഓതാൻ എങ്ങനെ ഓതാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓതണം. ഇഖ്റഉ ബി നഫ്സിക ഫഇന്നി സമഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖുൽ. അതാണ് ഹദീസിന്റെ പ്രധാന ഭാഗം പറയുക. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അബൂ ഹുറൈറ ഈ ഹദീസിന്റെ പൂർണ്ണമായി ഞാൻ നബിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ആ കാര്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് നമ്മൾ വായിക്കുന്നത്. എന്താണ് നബി പറയുന്നത് കേട്ടിട്ടുണ്ട്? ഖസംതു അസ്സലാത്ത ബൈനി വബൈന അബ്ദി നിസ്വൈൻ. ഒരു ഖുദ്സിയായ ഹദീസായിട്ടാണ് നബി പറഞ്ഞത്. അള്ളാഹു പറഞ്ഞ ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതായി നബി പറയുന്നതിനെയാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത്. അത് ആശയം അള്ളാഹുവിൻ്റെതും വാക്കുകൾ നബിയുടേതുമാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ആശയവും വാക്കുകളും അക്ഷരങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെതാണ്. നബിക്ക് അതിൽ ഒന്നുമില്ല. നബി അതിങ്ങനെ കേട്ട് നമ്മളെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിൻ്റെതാണ്. ആശയവും അക്ഷരങ്ങളും വാക്കുകളും എല്ലാം അള്ളാഹുവിൻ്റെ. ആ ഹദീസ് എന്ന് നമ്മൾ മാത്രം പറഞ്ഞാൽ അത് നബിയുടെ വാക്കുകൾ, നബിയുടെ പ്രവർത്തനങ്ങൾ, നബിയുടെ അംഗീകാരങ്ങളാണ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ആശയത്തെ നബിയുടെ വാക്കിലൂടെ പറയുന്നതാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു ഹദീസായിട്ടാണ് നബി പറയുന്നത്. ഖാലല്ലാഹു അസ്സ വജല്ല, അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഖുർആനിൽ, ഖസംതു അസ്സലാത്ത ബൈനി അബ്ദി നിസ്ഫൈൻ. നമസ്കാരത്തെ എനിക്കും എൻ്റെ അടിമയ്ക്കും ഇടയിൽ ഞാൻ രണ്ട് പകുതിയാക്കി വിഭജിച്ചിരിക്കുന്നു. രണ്ടാക്കി അള്ളാഹു വെത്തതിരിക്കും. വളരെ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യമാണ്. എന്താണ്? വലിയ അബ്ദി മാസാല, അതുകൊണ്ട് തന്നെ എൻ്റെ ദാസൻ എന്ത് ചോദിക്കുന്നു അത് അവനുണ്ടാകും. അള്ളാഹു നിസ്കാരത്തെ എനിക്കും അവൻ്റെ ദാസനും ഇടയിൽ അള്ളാഹു പകുത്തി നൽകിയിരിക്കും. പകുത്ത് നൽകി, അതിന് വിഭജിച്ച് നൽകി. അപ്പോൾ ഫൈദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അങ്ങനെ ദാസൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഫയഖൂലുല്ലാഹു അസ്സ വജല്ല ഹമദനി അബ്ദി. ഇത് പറയുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, എൻ്റെ ദാസൻ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, എന്നെ പ്രശംസിച്ചിരിക്കുന്നു, എന്നെ വാഴ്ത്തിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയും. നമ്മൾ മലയാളത്തിൽ ഏത് വാക്ക് പറഞ്ഞാൽ ശരിയാവുമെന്ന് പറഞ്ഞുകൂടാ. സനാഹ് എന്ന വാക്കിനാണ്. അത് നന്ദിയോടുകൂടിയുള്ള ആ സ്തുതികൾ അർപ്പിച്ചിരിക്കുന്നു, സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാവുന്നില്ലാതെ ഇങ്ങനെ വാക്കുകൾ പുതിയ വാക്ക് വേണ്ടി വരും. എന്തായാലും ഹംദ് അത്രയും വലിയ അർത്ഥമാണ്. അങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു പറയും. ഫയഖൂലുല്ലാഹു അസ്സ വജല്ല, അപ്പോൾ വീണ്ടും അള്ളാഹു പറയും, വഇദാ ഖാല അർറഹ്മാനുർ റഹീം. ഇതിൻ്റെ അടുത്ത ആയത്ത് ദാസൻ അർറഹ്മാനുർ റഹീം എന്ന് പറഞ്ഞാൽ ഖാലല്ലാഹു തആല അസ്ന അലയ്യ അബ്ദി. വീണ്ടും അത് ഒന്നുകൂടി ഒരു പ്രശംസയാണ്. അസ്ന അലയ്യ അബ്ദി, എൻ്റെ ദാസൻ എൻ്റെ മേൽ എന്നെ പ്രകീർത്തിച്ചിരിക്കുന്നു. വീണ്ടും റഹ്മാൻ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനോട് ചേർത്ത് അർറഹ്മാൻ റഹീം, ഏറ്റവും സുന്ദരമായ റഹ്മാൻ എന്നുള്ള അത് നല്ല വിശേഷണമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒന്നുകൂടി അള്ളാഹുവിനെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു എന്ന് അള്ളാഹു പറയുകയും ചെയ്യും. മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ ഖാലല്ലാഹു മജ്ജദനി അബ്ദി, എൻ്റെ ദാസൻ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മഹോന്നതമായ പദവിയാണ്. പരലോകത്ത് അള്ളാഹുവിൻ്റെ ആ സ്ഥാനം അതും അവന് ഓർമ്മ വരുന്നു. മാലിക് യൗമിദ്ദീൻ, അള്ളാഹു എന്നെ എൻ്റെ ദാസൻ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു.
വകാല മറത്തൻ. അപ്പോൾ മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ്, ഫവ്വള ഇലയ്യ അബ്ദി എന്നാണ്. മജ്ജദനി എന്നും പറഞ്ഞിട്ടുണ്ട്, ഫവ്വള ഇലയ്യ അബ്ദി, എൻ്റെ ദാസൻ എന്നിലേക്ക് ആശ്രയിച്ചിരിക്കുന്നു, എന്നെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം പരലോക കോടതിയിൽ കാര്യങ്ങൾ എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചവനാണ്. അള്ളാഹുവാണ് അതിൻ്റെ നാഥൻ, ഉടമ, അള്ളാഹുവാണ് അവിടുത്തെ അധികാരി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു എൻ്റെ ദാസൻ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നു, എന്നെ കാര്യങ്ങൾ ഏൽപ്പിച്ചു എന്നാണ്. എന്നിട്ട് ഫൈദാ ഖാലൽ അബ്ദു ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അങ്ങനെ ദാസൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന അർത്ഥമായിട്ട് പറഞ്ഞാൽ ഖാല ഹാദാ ബൈനി വബൈന അബ്ദി, ഇതാണ് എനിക്കും എൻ്റെ ദാസനും ഇടയിലുള്ളത്. ഇവർക്കിടയിലുള്ളത് എന്താണ്? അതാ ബൈനി വബൈന അബ്ദി വലി അബ്ദി മാസാല. ഇത് പറഞ്ഞതോടുകൂടി അള്ളാഹു പറയുന്നത് ഇത്രയും വാക്ക്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം നിങ്ങൾ ആരാധിക്കും, നിന്നോട് സഹായം ചോദിച്ചപ്പോൾ ഇത് കൊണ്ടാണ് എന്ത് ചെയ്തു, എൻ്റെ ദാസന് അവൻ ചോദിക്കുന്നതുണ്ടാകും. ഇത് പറഞ്ഞപ്പോൾ കാരണം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴൊതുങ്ങുവാൻ തയ്യാറായിട്ടുള്ള വാക്കാണ് പറയുക, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. അത് പറയുമ്പോൾ ദാസന് അവൻ ചോദിച്ചത് അവനുണ്ടാകും. എന്നിട്ട് എന്താണ്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ഹാദാ ലി അബ്ദി. ഇത്രയും പറയുമ്പോൾ ഇതാണല്ലോ ദുആ, ആ ദുആ അത് അവൻ്റെ ദാസന് ഉള്ളതാണ് എന്ന് അള്ളാഹു പറയും. വലിയ അബ്ദി മാസാല, ഇത് അവൻ ചോദിച്ചത് അവൻ്റെ ദാസനുണ്ടാകുമെന്ന് അള്ളാഹു അപ്പോൾ തന്നെ മറുപടി പറയുമെന്നാണ് ഈ ഹദീസിലൂടെ സൂചിപ്പിക്കുന്നത്. അത് എങ്ങനെയാണ് എന്ന് നമുക്ക് അനുഭവവേദ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന് പഠിപ്പിച്ചതനുസരിച്ച് അള്ളാഹു പറഞ്ഞാൽ ഇത് ഓരോ പ്രാവശ്യവും അള്ളാഹുവിനുമായുള്ള അഭിമുഖമാണ് നമസ്കാരം. ആ നമസ്കാരത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അള്ളാഹു അതിനെല്ലാം പ്രത്യുത്തരം പറയുന്നുണ്ട് എന്നുള്ള ഫലമുണ്ടാകുമെന്നർത്ഥം. അത്രയും ഫലപ്രദമായ ഒന്നാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ആരാധനയായി നമസ്കാരത്തിൽ അള്ളാഹുവുമായിട്ട് ഈ നേരിട്ട് ഒരു ബന്ധം. അതുപോലെ തന്നെയാണ് നമ്മൾ നോമ്പിനെ പറ്റിയും പറഞ്ഞത്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ വിശപ്പും ദാഹവും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ചപ്പോൾ അള്ളാഹു തന്നെ പ്രതിഫലം നൽകുന്നതും അള്ളാഹുമായിട്ടുള്ള അടുപ്പമാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ചോദിക്കാൻ അള്ളാഹു തന്നെ നമ്മളടുത്ത് പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ചോദിക്കണമല്ല. അള്ളാഹു പറഞ്ഞു, നീ ഇതൊക്കെയാണ് ചോദിക്കേണ്ടത്, ഇതാണ് പറയേണ്ടത്, ഇങ്ങനെ പറയണം, ഇങ്ങനെ ചെയ്യണമെന്ന് അള്ളാഹു പഠിപ്പിച്ച ഏറ്റവും വലിയ മഹത്തരമായ പ്രാർത്ഥനയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അപ്പോൾ അത് ആ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കുവാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് കിട്ടണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഫാത്തിഹയുടെ ആ ആശയം, അതിൻ്റെ സന്ദേശങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ മഹത്തരമായ ആ സൂറത്ത് അത് നമ്മൾ വിശ്വാസികൾ എപ്പോഴും ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ സമ്പൂർണ്ണമായ ഫലം, ഒരു ഇഫക്റ്റ്, സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അല്ല, മറയല്ല അതിൽ. അപ്പം ഈ ചോദിച്ചാൽ എനിക്ക് എൻ്റെ അടിമയ്ക്കും ഇടയിൽ ഉള്ള ഒരു ഇടപാടാണ്, അല്ലെങ്കിൽ ബന്ധമാണ് എന്നുള്ള അർത്ഥത്തിലാണ് അള്ളാഹു ബൈനി അബ്ദി എന്ന് പറയുമ്പോൾ എനിക്ക് ഇടയിൽ മറയില്ല, നേർക്ക് നേരെ തന്നെ. ഇങ്ങനെ അല്ല, വിഭജിച്ചതാണ്. അത് ചില ഈ പറഞ്ഞ കാര്യങ്ങളെ രണ്ടായി പകുത്തു നൽകിയതാണ്. കുറച്ച് കാര്യങ്ങൾ അബ്ദ് ചോദിക്കുമ്പോൾ അത് ഞാൻ അതിന് മറുപടി കൊടുക്കുമെന്നുള്ളതാണ്. ഇതെല്ലാം കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രണ്ടാം ഭാഗത്തിൽ പറഞ്ഞത് അബ്ദുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് അള്ളാഹു ആ കാര്യങ്ങൾ, അള്ളാഹുവിനുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് പറഞ്ഞത് കൊണ്ട് രണ്ടാമത് പറഞ്ഞ കാര്യങ്ങൾ ദാസനുള്ളതാണ് എന്നാണ്. ഈ ഫാത്തിഹയെ രണ്ടായി വിഭജിച്ചു. കുറേ കാര്യങ്ങൾ അള്ളാഹുവുമായി ബന്ധപ്പെടുത്തി. അള്ളാഹു റബ്ബുൽ ആലമീനാണ്, മാലിക് അർ-റഹ്മാൻ റഹീമാണ്, മാലിക് യൗമിദ്ദീനാണ്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ വരെ പറയുമ്പോൾ അതിൻ്റെ പാരമ്യത്തിലെത്തി. അത് കഴിഞ്ഞിട്ട് ബാക്കി പറയുന്ന കാര്യങ്ങൾ ആ ദാസന് ചോദിച്ചത് അവനുണ്ടാകും. പകുത്തു മറയല്ല, ഞാൻ വിഭജിച്ചു, ഞാൻ രണ്ടായി നമ്മൾ അംശിച്ചു, രണ്ട് ഭാഗമാക്കി. ഒരു ഭാഗം അള്ളാഹുവിനുള്ളതും ഒരു ഭാഗം ദാസനുള്ളതും. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥത്തെപ്പറ്റി പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും അവ്യക്തത കാണും. ഓക്കെ. എന്തായാലും സൂറത്തുൽ ഫാത്തിഹ അത് നമ്മൾ കിട്ടാവുന്ന തഫ്സീറുകളൊക്കെ നിങ്ങൾ വായിക്കണം, മനസ്സിലായി. പല പണ്ഡിതന്മാരും പല രൂപത്തിൽ പല കാര്യങ്ങൾ പറയുകയും ചെയ്തു. ആ കേവലം ആശയം, അർത്ഥം അറിയുക മാത്രമല്ല, അതിൽ അടങ്ങിയിരിക്കുന്ന റഹ്മാനും റഹീമും പോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച കൂടുതൽ വായിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ആ മഹത്വം, അള്ളാഹുവിൻ്റെ ഖദർ, അള്ളാഹു ഇത്ര വലിപ്പമുള്ളവനാണ് എന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ അള്ളാഹുവിനെ കണക്കാക്കി പോയുള്ളൂ, പോരാ. നമ്മൾ അള്ളാഹുവിൻ്റെ പറഞ്ഞുകൊണ്ട് അതുപോരാ. അള്ളാഹുവിൻ്റെ ആ മഹത്വം നമ്മുടെ മനസ്സിൽ നമ്മൾ കൂടുതൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് ഖുർആനിലെ മറ്റായത്തുകൾ അതിന് സഹായകമാണ്. അള്ളാഹു എല്ലാ സ്ഥലത്തും ആയത്ത് അവസാനിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ
ഒരു കാര്യം പറഞ്ഞു, ഇനി ഗഫൂറുൻ റഹീം എന്നോ എന്തെങ്കിലും ഒരു വിശേഷണം പറഞ്ഞ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയെ പറ്റി പറയുമ്പോഴും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അള്ളാഹു അങ്ങനെ അത് അവസാനിക്കും. ഒരു സ്ഥലത്തല്ല, ഇതിനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു ഖദീറാണ്, ഗഫൂറാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അള്ളാഹു ആരാണ് എന്ന് കുറച്ചുകൂടി നമുക്കൊരു ബന്ധം, ഒരു വൈകാരികമായ ബന്ധം സ്ഥാപിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അകലെ നിന്ന് നോക്കിക്കാണുന്നത് പോലെ ആയിപ്പോകും, മനസ്സിലായി? അല്ലെങ്കിൽ നമുക്കറിയാം എന്നുള്ള ധാരണ പോലെ. അങ്ങനെയല്ല, കുറച്ചുകൂടി ഒരു ബന്ധം. അവിടെയാണ് അപ്പോൾ നമ്മുടെ ഹിദായത്ത് സമ്പൂർണ്ണമാകുന്നത്. ഇതിനെ സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നേരായ മാർഗത്തിൽ. അപ്പോൾ അതിനുള്ള ഒരു സഹായകമായ കാര്യങ്ങളാണ് ഈ ക്ലാസ്സും ഈ ചർച്ചയുമൊക്കെ. അള്ളാഹു അത് സമ്പൂർണ്ണമാക്കി തരുമാറാകട്ടെ. നമ്മളിലുള്ള എന്തെങ്കിലും വീഴ്ചകളോ പോരായ്മകളോ ചർച്ച ചെയ്തതിലും സംസാരിച്ചതിലും ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു മാപ്പാക്കുകയും നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരോടൊപ്പം അള്ളാഹു അനുഗ്രഹിച്ച ദാസന്മാരോടൊപ്പം ആ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.